ഈ കേരളത്തിൽ മുന്നണികൾ വികസനത്തെക്കാൾ അവർക്ക് താല്പര്യം മതമൗലികവാദികളെയും മതവർഗീയവാദികളെയും കൂടെ പിടിക്കാനാണ്. ഇപ്പൊ കാസർഗോഡ് UDF-ന്റെ ഒന്നാമത്തെ പാർട്ടി ലീഗാണോ കോൺഗ്രസ് ആണോ? UDF ഒന്ന് വ്യക്തമാക്കട്ടെ. നിങ്ങൾ നയിക്കുന്നവരാണ്. ഐക്യജനാധിപത്യ മുന്നണിയിലെ ഒന്നാമത്തെ പാർട്ടി കോൺഗ്രസ് ആണെന്നാണ് നമ്മുടെ വെപ്പ്. പക്ഷെ കാസർഗോഡ് എത്തിയാൽ ഒന്നാമത്തെ പാർട്ടി ലീഗാണ്. ആ ലീഗിന്റെ മുമ്പിൽ എന്തിനാ ഈ കാസർഗോഡ് ജില്ലയിലെ കോൺഗ്രസ് ഇങ്ങനെ മുട്ടുമടക്കുന്ന? മാനാഭിമാനമുള്ളവരാണെങ്കിൽ മുട്ടുമടക്കില്ല. എന്തിനാണ് ലീഗിന്റെ മുമ്പിൽ മുട്ടുമടക്കുന്നത്? ലീഗിന്റെ മുമ്പിൽ മാത്രമാണോ കോൺഗ്രസ് മുട്ടുമടക്കുന്നത്? ജമാഅത്തെ ഇസ്ലാമിയല്ലേ നിങ്ങളുടെ സഖ്യകക്ഷി? ഞാൻ കോൺഗ്രസ്സുകാരോട് ചോദിക്കട്ടെ, എങ്ങനെയാണ് കോൺഗ്രസ് നിങ്ങൾക്ക് ജമാഅത്തെ ഇസ്ലാമി എന്ന് പറയുന്ന ഒരു സംഘടനയുമായി സഖ്യമുണ്ടാക്കാൻ സാധിക്കുക? കോൺഗ്രസ് ഈ നാട്ടിൽ പാരമ്പര്യമുള്ളൊരു പാർട്ടിയല്ലേ? അതൊരു ദേശീയ പാർട്ടിയല്ലേ? 54 കൊല്ലക്കാലം ഈ രാജ്യം ഭരിച്ച പാർട്ടിയല്ലേ? സ്വാതന്ത്ര്യ സമരത്തിന് നേതൃത്വം കൊടുത്തവരുടെ പിന്മുറക്കാരാണ് ഞങ്ങളെന്ന് നാഴികയ്ക്ക് 40 വട്ടം അവകാശപ്പെടുന്ന ഒരു പാർട്ടിയല്ലേ കോൺഗ്രസ്? ആ കോൺഗ്രസിന് എങ്ങനെയാണ് ജമാഅത്തെ ഇസ്ലാമിയുമായി സഖ്യമുണ്ടാക്കാൻ സാധിക്കുക? ആരാ ജമാഅത്തെ ഇസ്ലാമി? നല്ല പുള്ളികളാ. ഈ രാജ്യത്ത് നിരോധിക്കപ്പെട്ട സംഘടനയല്ലേ? എന്തിനാണ് നിരോധിച്ചത്? രാജ്യത്ത് അസ്വസ്ഥതയും അരക്ഷിതാവസ്ഥയും ഉണ്ടാക്കാൻ വേണ്ടി രാജ്യാന്തരത്തിൽ പ്രവർത്തിക്കുന്ന ആഗോള മതമൗലികവാദ സംഘടനകളുമായി ചേർന്നുകൊണ്ട് ഇന്ത്യ രാജ്യത്ത് അസ്ഥിരതയും അസ്വസ്ഥതയും ഉണ്ടാക്കാൻ വേണ്ടി പരിശ്രമിക്കുന്നതിൽ നിരോധിക്കപ്പെട്ട സംഘടനയല്ലേ? ഈ ജമാഅത്തെ ഇസ്ലാമിയിലെ ചെങ്കോട്ട സ്ഫോടനത്തിന്റെ പറയും ഏതാനും ദിവസം മുമ്പ് ഡൽഹിയിൽ ചെങ്കോട്ടയിൽ സ്ഫോടനമുണ്ടായി നമുക്കറിയാമല്ലോ. ആ ചെങ്കോട്ടയിലെ ചാവർ ബോംബ് സ്ഫോടനത്തിന്റെ പുറകിൽ ജമാഅത്തെ ഇസ്ലാമിയാണ് എന്ന് അന്വേഷണ ഏജൻസികൾ സ്ഥിരീകരിച്ചില്ലേ? ഞാൻ ഈ പ്രദേശത്തെ കോൺഗ്രസുകാരോട് ചോദിക്കുന്നത്, ഈ രാജ്യം ചിന്തിച്ചിടാൻ വേണ്ടി ചാവേറുകളെ ഇങ്ങോട്ടേക്ക് അയക്കുന്ന ഈ ആഗോള മതമൗലികവാദ ഭീകരവാദ സംഘടനകളെ ഇന്ത്യ രാജ്യത്തെ പ്രതിരൂപമായ ജമാഅത്തെ ഇസ്ലാമി എന്ന് പറയുന്ന ഈ തീവ്രവാദികളുമായി എങ്ങനെയാണ് കോൺഗ്രസ് നിങ്ങൾക്ക് സഖ്യമുണ്ടാക്കാൻ സാധിക്കുക? കോൺഗ്രസുകാരെന്ന് ആലോചിച്ച് നോക്ക്. കോൺഗ്രസിന്റെ പ്രവർത്തകന്മാരെന്ന് ആലോചിച്ച് നോക്ക്. നേതാക്കന്മാർക്ക് എന്തുമാവാം. പക്ഷേ സാധാരണ കോൺഗ്രസുകാർ, പാരമ്പര്യമുള്ള കോൺഗ്രസുകാർ, രാജ്യത്തോട് കൂറുള്ള കോൺഗ്രസുകാർ, ആ കോൺഗ്രസുകാർ ആലോചിക്കണം, ജമാഅത്തെ ഇസ്ലാമിയുമായി കൂട്ടുകൂടുന്ന ഒരു പാർട്ടിയുമായും ഒരു മുന്നണിയെയും നിങ്ങൾക്ക് എങ്ങനെ സ്വീകരിക്കാൻ സാധിക്കും? 10 വോട്ടിന് വേണ്ടി എന്തും ചെയ്യാമെന്ന? 10 വോട്ട് കിട്ടാൻ വേണ്ടി ഏത് മതഭീകരവാദികളുമായിട്ട് കൂട്ടുകൂടാമെന്ന? കോൺഗ്രസ് ജമാഅത്തെ ഇസ്ലാമിയുമായിട്ടാണെങ്കിൽ CPM-ന് ചങ്ങാതിയാര SDP. കേരളത്തിൽ വ്യാപകമായിട്ട് SDP-യുമായിട്ട് സഖ്യം. ഞാൻ ഈ പ്രദേശം CPM-നെ സ്നേഹിക്കുന്നുണ്ട്. നിങ്ങൾക്ക് എങ്ങനെയാണ് തോന്നുന്നത്? ഒന്നുമില്ലെങ്കിൽ നിങ്ങളുടെ കൂടെ ഉണ്ടായിരുന്ന കുറെ ആളുകളെ കൊന്നവരല്ലേ? നിങ്ങൾക്ക് എങ്ങനെയാണ് അഭിമന്യുവിനെ മറക്കാൻ സാധിക്കുന്നത്? ഒരു 21 വയസ്സുള്ള ചെറുപ്പക്കാരനെ മഹാരാജാസ് കോളേജ് ക്യാമ്പസിൽ വെച്ച് ഒരൊറ്റ കുത്തുകൊണ്ട് കൊന്ന ആളുകളിലെ SDP-ക്കാർ എങ്ങനെയാണ് അവരുമായിട്ട് CPM-ന് സന്ധി ചെയ്യാൻ സാധിക്കുന്നത്? ജയിച്ചില്ലെങ്കിൽ ജയിക്കണ്ട എന്നല്ലേ ഉള്ളൂ. ഒരു സീറ്റ് കുറയുന്നുണ്ടെങ്കിൽ കുറഞ്ഞോട്ടെ. പഞ്ചായത്തിൽ ഒരു സീറ്റ് കിട്ടാൻ, മുനിസിപ്പാലിറ്റിയിൽ ഒരു സീറ്റ് കിട്ടാൻ ഈ SDP എന്ന് പറയുന്ന രാജ്യദ്രോഹികളുമായി CPM കൂട്ടുകൊടുമ്പോൾ നിങ്ങൾ ആലോചിച്ച് നോക്ക്. സ്വന്തം കുഴി തോണ്ടുകയാണ് CPM ചെയ്യുന്നത്. സ്വന്തം കുഴി തോണ്ടുക. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, പ്രിയപ്പെട്ടവരെ, CPM-നും കോൺഗ്രസിനും ജനതാല്പര്യമല്ല, രാജ്യ താല്പര്യമല്ല. അവർക്ക് എങ്ങനെയെങ്കിലും ജയിക്കാൻ, 4 വോട്ട് കിട്ടാൻ, 4 സീറ്റ് ജയിക്കാൻ മതഭീകരവാദികളുമായി മതമൗലികവാദികളുമായി അവർ സന്ധി ചെയ്യും. അതാണ് ഇപ്പൊ നടക്കുന്നത്. പിന്നെ നമുക്കതിന് വലിയ അത്ഭുതമൊന്നുമില്ല. കാരണം ഇവരുടെ നേതാവ് രാഹുൽ ഗാന്ധിയാണ്. രാഹുൽ ഗാന്ധി ഇതിന്റെ അപ്രൂവ് ചെയ്യുന്ന ആളാണ്. ഓപ്പറേഷൻ സിന്ദൂർ നടന്ന സമയത്ത് പാകിസ്ഥാന് വേണ്ടി സംസാരിച്ച ആളാണ് രാഹുൽ ഗാന്ധി. ഓപ്പറേഷൻ സിന്ദൂർ ലോകം മുഴുവൻ ഞെട്ടിപ്പോയ സംഭവമാണ്. പഹൽഗാമിൽ നമ്മുടെ 26 പേരെ കൊലപ്പെടുത്തിയവരോട് നിങ്ങൾ സ്വപ്നം പോലും കാണാത്ത തിരിച്ചടി നിങ്ങൾക്ക് കിട്ടുമെന്ന് പ്രധാനമന്ത്രി പറഞ്ഞപ്പോൾ അത് ഇത്രയും ഉണ്ടാകുമെന്ന് ആരും വിചാരിച്ചില്ല. പക്ഷെ ഉറങ്ങിക്കിടക്കുന്ന ഒരു രാത്രിയിൽ പാകിസ്ഥാന്റെ അകത്തുപോയി അവിടെ ഉറങ്ങിക്കിടക്കുന്ന ഭീകരവാദ ക്യാമ്പുകൾ തെരഞ്ഞുപിടിച്ച ഭീകരവാദികളെ നശിപ്പിച്ച് നമ്മുടെ വ്യോമസേന വിമാനം തിരിച്ചു വന്നപ്പോഴാണ് ലോകം അറിഞ്ഞത് ഇങ്ങനൊരു സംഭവം നടന്നു എന്ന്. ലോകം എഴുന്നേറ്റ് കൈയടിച്ചു, സെല്യൂട്ട് അടിച്ചു നരേന്ദ്രമോദിക്ക്. ഇന്ത്യ രാജ്യത്തിന് ചെയ്യാൻ സാധിച്ച ഏറ്റവും വലിയ കാര്യമായിരുന്നു. പാകിസ്ഥാൻ ഞെട്ടിപ്പോയിട്ടുണ്ട്. പക്ഷെ സമ്മതിക്കൂലല്ലോ. ഓപ്പറേഷൻ സിന്ദൂർ ഏറ്റവും വലിയ വിജയമാണ്.
എന്ന് ലോകം മുഴുവനും പറഞ്ഞു. ഈ രാജ്യത്തിന്റെ വ്യോമസേനയുടെ കരുത്തോർത്ത് അഭിമാനിച്ചു. ലോകം മുഴുവനും അംഗീകരിച്ചു. അത് അംഗീകരിക്കാത്ത രണ്ട് ആളുകളെ ഉണ്ടായിരുന്നുള്ളൂ. ഒന്ന് പാകിസ്ഥാന്റെ പ്രസിഡന്റാണ്, പിന്നെ ഒന്ന് നമ്മുടെ രാഹുൽ ഗാന്ധി. ആ രണ്ടുപേരും അംഗീകരിച്ചു. രാഹുൽ ഗാന്ധി ഇപ്പോഴും പറയുന്നു ഓപ്പറേഷൻ സിന്ദൂറും നടന്നിട്ടുണ്ട്, വെറുതെയാണ്. രാഹുൽ ഗാന്ധി പറയുന്നതിനൊന്നും പിന്നെ വലിയ അർത്ഥമൊന്നും ആളുകൾ കൊടുക്കാത്തതുകൊണ്ട് കാര്യമില്ല. പക്ഷെ പാകിസ്ഥാനിൽ നല്ല ചെലവാണ്. പാകിസ്ഥാനിലെ പാർലമെന്റിൽ അവിടുത്തെ എല്ലാവരും ഉപയോഗിച്ചത് രാഹുൽ ഗാന്ധിയുടെ വാക്കുകളാണ്. ഇന്ത്യയിലെ പ്രതിപക്ഷ നേതാവ് പറയുന്നു ഓപ്പറേഷൻ സിന്ദൂറൊക്കെ വെറുതെയാണ്, ഒന്നും നടന്നിട്ടില്ല, രാജ്യം പരാജയപ്പെട്ടു പോയി. ഞാൻ ചോദിക്കട്ടെ കോൺഗ്രസ്സുകാരോട്, എങ്ങനെയാണ് ഈ സാധനത്തെ നിങ്ങൾ പേറി നടക്കുന്നത്? പാകിസ്ഥാന് വേണ്ടി സംസാരിക്കുന്ന ഒരാളെ വിദേശ രാജ്യത്ത് പോയി ഇന്ത്യയുടെ ജനാധിപത്യ അപകടത്തിലാണ് എന്ന് പറയുക ആരെങ്കിലും പറയുന്ന കാര്യമാണ്? നിങ്ങൾ ഈ രാജ്യത്തിനകത്ത് പറഞ്ഞോളൂ, ഈ രാജ്യത്തിനകത്ത് പറഞ്ഞോളൂ. ഇന്ത്യ രാജ്യത്തിലെ ജനാധിപത്യം ഇത്രയും സുതാര്യമായതുകൊണ്ടാണ് രാഹുൽ ഗാന്ധിക്ക് ഇപ്പോഴും ഇറങ്ങി നടക്കാൻ സാധിക്കുന്നത്. വേറെ ഏതെങ്കിലും രാജ്യമായിരുന്നുവെങ്കിൽ എപ്പോഴേ ഉള്ളിലായിട്ടുണ്ടാകുമായിരുന്നു. ആ കോൺഗ്രസ് നമ്മൾ ഇതെല്ലാം പ്രതീക്ഷിക്കുന്നില്ല. കോൺഗ്രസ്സുകാർ മനസ്സിലാക്കണം. അതുകൊണ്ടാണ് നിങ്ങൾ തകർന്നു പോകുന്നത്, അതുകൊണ്ടാണ് ഇല്ലാതായി പോകുന്നത്. എന്തായിരുന്നു ബീഹാറിലെ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചപ്പോൾ? ബീഹാർ തെരഞ്ഞെടുപ്പിൽ നരേന്ദ്രമോദിയുടെ പരാജയത്തിന്റെ തുടക്കമാണ്, മോഡി യുഗത്തിന്റെ അവസാനം കുറിക്കുന്നു എന്ന് രാഹുൽ ഗാന്ധി പറഞ്ഞു എന്ന് പറഞ്ഞ് നമ്മുടെ മലയാളത്തിലെ പത്രങ്ങളെല്ലാം വലിയ മുതലെഴുതി. എനിക്ക് രാഹുൽ ഗാന്ധിയുടെ പ്രസ്താവനയെക്കാളും ഇഷ്ടപ്പെട്ടത് MABയുടെ പ്രസ്താവന. അദ്ദേഹം പറഞ്ഞത് മോഡിയുടെ പരാജയത്തിന്റെ തുടക്കമാണ് ബീഹാർ. നോക്കുമ്പോൾ റിസൾട്ട് വന്നപ്പോഴെങ്ങനെയുണ്ട്? 200 സീറ്റ് കിട്ടിയിരുന്നു. രാഹുൽ ഗാന്ധി ബീഹാറിൽ നടന്ന എത്രയാണ് അറിയുന്നത്? 1200 കിലോമീറ്റർ നടന്നു പോകും. വേറെ എന്തിന്? 1200 കിലോമീറ്റർ നടന്നിട്ട് 30 കിട്ടിയ സീറ്റ് ഇത്ര 4 സീറ്റ്. ഒരു ചായ വാങ്ങി തന്ന 5 സീറ്റ് നമ്മൾ കൊടുക്കില്ലായിരുന്നു. ആ 4 സീറ്റ് കിട്ടാനാണ് രാഹുൽ ഗാന്ധി 1200 കിലോമീറ്റർ നടന്നത്. നിങ്ങളൊരു 10,000 കിലോമീറ്റർ ഇനി നടന്നോ, ഈ ഒരു കുഴപ്പമില്ല. നടന്ന് നിങ്ങളുടെ കാലിനടി തേഞ്ഞ് പോകുമെന്നല്ലാതെ ഈ രാജ്യത്ത് ഭാരതീയ ജനതാ പാർട്ടിയെ തോൽപ്പിക്കാൻ രാഹുൽ ഗാന്ധി ഒന്നുകൂടി ജനിക്കണം. കാരണം രാഹുൽ ഗാന്ധി പറയുന്ന മുഴുവൻ രാജ്യദ്രോഹമാണ്. ഏതെങ്കിലും കോൺഗ്രസ്സുകാർക്ക് രക്ഷപ്പെടണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ അയാളെ മാറ്റണം. മാറ്റരുതേ എന്നാണ് നമ്മൾ പ്രാർത്ഥിക്കുന്നത്. വേറെ കാര്യം, അത് തിരിച്ചറിഞ്ഞ ഒരാളാണ് ശശി തരൂർ. അതുകൊണ്ടാണ് ശശി തരൂർ ഇടക്കിടക്ക് പറയുന്നത് ഈ രാഹുൽ ഗാന്ധി ഉള്ളിടത്തോളം കാലം ആ പാർട്ടി രക്ഷപ്പെടില്ല എന്ന് പറയുന്നത് കൊണ്ടാണ്. അങ്ങനെയുള്ള രാഹുൽ ഗാന്ധിയാണല്ലോ നിങ്ങളുടെ നേതാവ്, രാജ്യദ്രോഹം പ്രസംഗം നടത്തുന്നത്, രാജ്യത്തിന്റെ ശത്രുക്കളെ സഹായിക്കുന്ന. അതുകൊണ്ട് ആ രാഹുൽ ഗാന്ധി നേതൃത്വം കൊടുക്കുന്ന കോൺഗ്രസിലെ കേരളത്തിലെ ആളുകൾ ജമാഅത്തെ ഇസ്ലാമിയുടെ കൂടെ കൂടിയാൽ നമുക്ക് അത്ഭുതമൊന്നുമില്ല. അതുകൊണ്ട് നേതാക്കന്മാരെ കുറിച്ച് എനിക്ക് അഭിപ്രായ വ്യത്യാസമൊന്നുമില്ല. പക്ഷേ ഈ നാട്ടിലെ സാധാരണ കോൺഗ്രസ്സുകാർ നിങ്ങൾ ആലോചിക്കണം. നിങ്ങൾ പോളിംഗ് ബൂത്തിൽ പോയി ഇനിയും കൈപ്പത്തിക്ക് വോട്ട് ചെയ്താൽ ആ വോട്ട് ജമാഅത്തെ ഇസ്ലാമിക്കുള്ള വോട്ടാണ്, ആ വോട്ട് പാകിസ്ഥാന് വേണ്ടിയിട്ടുള്ള വോട്ടാണ്, ആ വോട്ട് ചാവേറുകൾക്കുള്ള വോട്ടാണ്, ആ വോട്ട് മതഭീകരവാദികൾക്കുള്ള വോട്ടാണ്. അതുകൊണ്ട് നിങ്ങളുടെ സമ്മതിദാനാവകാശം മതഭീകരവാദികൾക്ക് വേണ്ടിയാണോ കൊടുക്കേണ്ടത്, അതോ ഈ രാജ്യത്തിന്റെ ആത്മാഭിമാനത്തിന്റെ കൊടിക്കൂറ ആകാശത്തോളം ഉയർത്തിയ സ്വാതന്ത്ര്യ സമര സേനാനികളുടെ സുന്ദരമായിട്ടുള്ള സ്വപ്നം ഈ രാജ്യത്ത് പ്രാവർത്തികമാക്കുന്ന നരേന്ദ്രമോദി നേതൃത്വം കൊടുക്കുന്ന ഭാരതീയ ജനതാ പാർട്ടിക്ക് താമരയിലാണോ വോട്ട് ചെയ്യേണ്ടത് എന്ന് കോൺഗ്രസുകാർ ആലോചിക്കണം. നിങ്ങൾ ആലോചിക്കോ? വോട്ട് ചെയ്യും. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഇതിനെക്കുറിച്ച് ആലോചിക്കണം. രാജ്യത്ത് 11 കൊല്ലക്കാലമായി നടക്കുന്ന അഭൂതപൂർവമായിട്ടുള്ള വികസന പ്രവർത്തനങ്ങൾ നമ്മുടെ മുമ്പിലുണ്ട്. ആ വികസനം കേരളത്തിലും ഉണ്ടാകും. ഇന്ന് നമ്മുടെ ലോകം അംഗീകരിക്കുന്നു നമ്മുടെ നാട്. 2014 മുമ്പത്തെ ഭാരതമാണോ 2014 ശേഷമുള്ളത്? ലോകം ആരുടെ വാക്കുകളാണ് ശ്രമിക്കുന്നത്? ഇന്നലെ റഷ്യയുടെ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ നമ്മുടെ രാജ്യത്ത് വന്നു. നരേന്ദ്രമോദിയോടൊപ്പം യാത്ര ചെയ്യുമ്പോൾ അദ്ദേഹത്തോടൊപ്പം ഒരു സെൽഫി എടുക്കുന്ന ഫോട്ടോ നമ്മൾ കണ്ടു. നമ്മൾ വിചാരിച്ചത് മോഡിയോടൊപ്പം സെൽഫി എടുക്കാൻ നമ്മുടെ നാട്ടുകാർക്ക് താല്പര്യമുള്ളൂ എന്നല്ല, റഷ്യൻ പ്രസിഡന്റിന് താല്പര്യമുണ്ട്. അതാ സാധനം. അത് നിങ്ങൾ അസൂയപ്പെടുന്ന കാര്യം. അങ്ങനെ ഒരു സാധനം കോൺഗ്രസിന്റെ കയ്യിലില്ല. എന്നിട്ട് വ്ളാഡിമിർ പുടിൻ പറയുകയാണ് മോഡിയെ കുറിച്ച്, എന്റെ ഏറ്റവും പ്രിയപ്പെട്ട സുഹൃത്ത്. റഷ്യയുടെ പ്രസിഡന്റ്, ലോകത്തിന്റെ ശാക്തിക ചേരികളെ നിയന്ത്രിക്കുന്നു എന്ന് അവകാശപ്പെടുന്ന റഷ്യയുടെ പ്രസിഡന്റ്
എന്റെ ഏറ്റവും പ്രിയപ്പെട്ട സുഹൃത്താണ് നരേന്ദ്രമോദി എന്ന് പറയുന്ന രീതിയിലേക്ക് ഈ രാജ്യം ഉയരുകയാണ്, ഈ രാജ്യം വളരുകയാണ്. ഏതാനും ആഴ്ചകൾ മുമ്പാണ് ന്യൂസിലാൻഡിന്റെ പ്രസിഡന്റ് ഈ രാജ്യം സന്ദർശിച്ചത്. അദ്ദേഹം പറഞ്ഞു, എനിക്ക് സംസാരിക്കാനുള്ളത് അമേരിക്കയുടെ പ്രസിഡന്റ് ട്രംപിനോടല്ല, എനിക്ക് സംസാരിക്കാനുള്ളത് റഷ്യയുടെ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനോടല്ല, എനിക്കും എന്റെ രാജ്യത്തിനും സംസാരിക്കാനുള്ളത് ഇന്ത്യ രാജ്യത്തോടും അതിന്റെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയോടുമാണ് എന്ന് അദ്ദേഹം പറഞ്ഞു. നാം കേട്ടു. ഇതാണോ പുതിയ ലോകം? ഇതാണ് പുതിയ ലോകക്രമം. മിനിയാന്നാണ് നമ്മൾ കണ്ടത്, ലോകത്തിൽ സാമ്പത്തിക ശക്തിയിലും സൈനിക ശക്തിയിലും 3ാം സ്ഥാനത്തേക്ക് രാജ്യം എത്തിയിരിക്കുന്നു. 3ാം സ്ഥാനമാണ്. കോൺഗ്രസ് നിങ്ങൾ ഓർത്തുവെക്കോ, വ്യോമസേന രംഗത്ത് നാം ചൈനയെ പുറകിലാക്കി. മസ്ജിദുകാർക്ക് സഹിക്കൂല, ചങ്കിലെ ചൈന അങ്ങനെ പുറകാട്ടാകുന്നൊന്നും അവർക്കത്ര സഹിക്കൂല. പക്ഷെ പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. കുറെ മുമ്പ്, ഒരു 3-4 മാസം മുമ്പ് നരേന്ദ്രമോദി ചൈന സന്ദർശിച്ചപ്പോ ചൈനീസ് ഗവൺമെന്റ് എയർപോർട്ടിൽ വിമാനം ഇറങ്ങുന്ന മുതൽ ചുവന്ന കാർപ്പറ്റ് വിരിച്ച് നരേന്ദ്രമോദി സ്വീകരിച്ച് നമ്മൾ കണ്ടു. അന്ന് എല്ലാ പത്രങ്ങളും എഴുതി, ചൈന ഒരാൾക്കും ചുവന്ന കാർപ്പറ്റ് വിരിക്കാറില്ല, ഒരാൾക്കും ചുവന്ന കാർപ്പറ്റ് വിരിക്കാറില്ല. ചൈന ആദ്യമായി ആർക്കെങ്കിലും ഒരാൾക്ക് ചുവന്ന കാർപ്പറ്റ് വിരിച്ചിട്ടുണ്ടെങ്കിൽ അത് നരേന്ദ്രമോദിക്കാണെന്ന് എല്ലാ മാധ്യമങ്ങളും എഴുതി. വസിറ്റുകാരൻ ഞങ്ങളുടെ ചൈനയിലെന്ന് പറയുന്നുണ്ട്, ഈ ചൈന ഞങ്ങളുടെ ചൈനയിലെന്ന് പറയുന്നുണ്ട്. പക്ഷേ ചൈന സ്വീകരിച്ചു. എന്തുകൊണ്ടാണ്? ഇപ്പൊ നമുക്ക് മനസ്സിലായി, ചൈനക്ക് അന്നേ മനസ്സിലായി, വ്യോമസേനാ രംഗത്ത് ആകാശത്ത് ഇന്ത്യയെ തോൽപ്പിക്കാൻ ഞങ്ങൾക്ക് സാധിക്കില്ല. ഇന്ത്യയോട് മുട്ടിയാൽ ചൈനയെ ആകാശത്ത് തകർക്കാൻ ഈ രാജ്യത്തിന് സാധിക്കുമെന്ന് ബോധ്യമുള്ളത് കൊണ്ടാണ് ചൈന അംഗീകരിക്കുന്നത്. ഇതാണ് പുതിയ ലോകക്രമം. 2047 ആകുമ്പോ ഈ രാജ്യം ലോകത്തിലെ 1ാമത്തെ രാജ്യമായിട്ട് മാറുകയാണ്. വികസിത ഭാരതം ഉണ്ടാകുന്നു. സ്വാതന്ത്ര്യത്തിന്റെ 100 വർഷം കഴിയുമ്പോ ലോകത്തിലെ 1ാമത്തെ രാജ്യമായിട്ടും ഭാരതം മാറും. അങ്ങനെ മാറുമ്പോഴും ഒരു കാര്യത്തിൽ ആർക്കും തർക്കമുണ്ടല്ല, ഞാനും നിങ്ങളും ഉണ്ടാകുമോ എന്ന് നമുക്കാർക്കും അറിയില്ല. പക്ഷെ ഒരു കാര്യം എനിക്ക് നിങ്ങൾക്ക് ഉറപ്പുണ്ട്, 2047 ഈ രാജ്യം ലോകത്തിലെ 1ാമത്തെ രാജ്യമായി മാറുമ്പോൾ അപ്പോഴും രാജ്യത്തിന്റെ പ്രധാനമന്ത്രി കസേരയിൽ ഈ കുങ്കുമഹരിത കൊടിപിടിക്കുന്ന ഒരു BJP കാരനായിരിക്കുമെന്ന് നമുക്ക് എല്ലാവർക്കും നല്ല ഉറപ്പുണ്ട്. ഇതാണ് ഈ രാജ്യത്തിന്റെ മാറ്റം. ഈ മാറ്റം മനസ്സിലാക്കാതെ ഈ കിണറ്റിലെ തവളകളെ പോലെ ഈ കേരളത്തിനകത്ത് CPM-കാരും കോൺഗ്രസുകാരും ലീഗുകാരും ഇങ്ങനെ മുക്കറിയിട്ട് നടന്നിട്ടെന്താ കാര്യം? അതുകൊണ്ടാ ഞാൻ പറയുന്നത്, രാജ്യത്തുണ്ടാകുന്ന മാറ്റം നമുക്ക് തിരിച്ചറിയാൻ സാധിക്കും. ആ മാറ്റം കേരളത്തിലും വേണം, ഈ വികസനം കേരളത്തിലും വേണം. അതിനുവേണ്ടി ഈ പ്രാവശ്യം നിങ്ങൾ നിങ്ങളുടെ സമ്മതിദാനാവകാശം വിനിയോഗിക്കണം. ഈ ധൂർത്തും ദുർവ്യയവും അഴിമതിയും സ്വജനപക്ഷപാതവും എല്ലാം അവസാനിപ്പിച്ചുകൊണ്ട് ഒരു വികസനത്തിന്റെ പൂക്കാലം ഈ കേരളത്തിലും ഉണ്ടാവണം. മോഡിയോടൊപ്പം മുന്നേറാൻ മലയാളികൾക്കും സാധിക്കണം. അതിനുവേണ്ടിയാണ് ഈ പ്രാവശ്യം ഭാരതീയ ജനതാ പാർട്ടി ദേശീയ ജനാധിപത്യ സഖ്യം നിങ്ങളോട് വോട്ട് ചോദിക്കുന്നത്. ഞങ്ങൾ നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കുന്ന സ്ഥാനാർത്ഥികൾ, അവർക്ക് ഈ നാട്ടിൽ മാറ്റമുണ്ടാക്കാൻ വേണ്ടി സാധിക്കും. അവസരം കിട്ടിയപ്പോഴെല്ലാം മാറ്റമുണ്ടാക്കിയിട്ടുണ്ട്. 50 കൊല്ലക്കാലം ഈ മധൂർ പഞ്ചായത്ത് ഭാരതീയ ജനതാ പാർട്ടിക്ക് ഭരിക്കാൻ സാധിക്കുന്നത് ജനം ഈ പാർട്ടിയെ ഉള്ളം കൈയെടുത്ത് സ്വീകരിക്കുന്നത് കൊണ്ടാണ്. ജനം ആഗ്രഹിക്കുന്ന മാറ്റം അവർക്ക് ലഭ്യമാകുന്നത് കൊണ്ടാണ്. അതാ ഞാൻ സൂചിപ്പിച്ചത്, ഈ വികസനവും ഈ രാഷ്ട്രീയവും ഈ നാട്ടിലുടനീളം ഉണ്ടാകാൻ ജില്ലാ പഞ്ചായത്തിൽ നമ്മുടെ ആളുകൾ വരണം. ബ്ലോക്ക് പഞ്ചായത്തിൽ BJP-ക്കാരെ വരണം. ബ്ലോക്ക് പഞ്ചായത്തിലൊക്കെ BJP ജയിക്കാനുള്ള ഗുണം നിങ്ങൾ മനസ്സിലാക്കണം. അതുകൂടി പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കാം. കഴിഞ്ഞ പ്രാവശ്യം 6400 കിലോമീറ്റർ റോഡാണ് കേരളത്തിൽ അനുവദിച്ചത്, ഗ്രാമീണ സഡക്ക് യോജന. ആരാ നടപ്പിലാക്കേണ്ടത്? ബ്ലോക്ക് പഞ്ചായത്താണ്. പക്ഷെ കേരളത്തിൽ ഒരു റോഡും ഇവർ മര്യാദക്ക് പൂർത്തീകരിച്ചിട്ടില്ല. കാരണം കേരളത്തിലെ എല്ലാ ബ്ലോക്ക് പഞ്ചായത്തുകളും ആരെ കൈവശമാണ്? ഒന്നുകിൽ CPM ആണ്, അല്ലെങ്കിൽ ലീഗാണ്, അല്ലെങ്കിൽ കോൺഗ്രസ് ആണ്. ഈ ബ്ലോക്ക് പഞ്ചായത്തിൽ കേന്ദ്ര ഗവൺമെന്റിന്റെ റോഡ് വികസനം നടപ്പിലാക്കണമെങ്കിൽ കാസർഗോഡ് ബ്ലോക്ക് പഞ്ചായത്തിന്റെ ഭരണം, മഞ്ചേശ്വരം ബ്ലോക്ക് പഞ്ചായത്തിന്റെ ഭരണം ഭാരതീയ ജനതാ പാർട്ടിക്ക് കിട്ടണം. കാസർഗോഡ് ജില്ലാ പഞ്ചായത്തിന്റെ ഭരണം ഭാരതീയ ജനതാ പാർട്ടിക്ക് കിട്ടണം.
കാസർഗോഡ് മുനിസിപ്പാലിറ്റി ഭാരതീയ ജനതാ പാർട്ടി വിജയിപ്പിക്കണം. കാസർഗോഡ് മുനിസിപ്പാലിറ്റിയിൽ ഒരവസരം നമുക്ക് തന്നാൽ ഈ കേരളത്തിലെ ഏറ്റവും നല്ല മുനിസിപ്പാലിറ്റിയായി കാസർഗോഡ് മുനിസിപ്പാലിറ്റിയെ മാറ്റാൻ നമുക്ക് സാധിക്കണം. എത്ര കൊല്ലമായി ഈ ലീഗുകാരുടെ കൈകളിൽ ഏൽപ്പിക്കുന്നു. ഈ കാസർഗോഡ് കുറെ വർഷമായിട്ട് കാസർഗോഡ് വരുന്ന ആളാണ് ഞാൻ. ഒരു മാറ്റവും. ഇപ്പോഴാണ് ഒരു മാറ്റം, ഒരു വെളിച്ചം വന്നത്. ആ വെളിച്ചം ആരുന്നതാ? ഒരു ഫ്ലൈ ഓവർ വന്നപ്പോൾ ഒരു കാറ്റ് പിടിച്ചു കൊണ്ടിട്ടുണ്ട്. അതാര് കൊണ്ടുവന്നാണ്? നരേന്ദ്രമോദി കൊണ്ടുവന്നത്. എത്ര കൊല്ലമായി ഈ ലീഗുകാർ ഭരിക്കാൻ തുടങ്ങിയത്? ഇങ്ങനെ പോയാൽ മതി. നിങ്ങൾ ആലോചിച്ച് നോക്ക്, ലീഗുകാർ തന്നെ ആലോചിച്ച് നോക്കൂ. മാറ്റമുണ്ടായ നിങ്ങൾക്ക് കൂടിയല്ലേ ഗുണം. അതുകൊണ്ട് ഈ പ്രാവശ്യം നിങ്ങൾ ഞങ്ങൾക്ക് വോട്ട് ചെയ്തു, ഞങ്ങൾ കാണിച്ചു തരാം എങ്ങനെയാ മാറ്റുള്ളത്. എന്നിട്ട് 5 കൊല്ലം കഴിഞ്ഞിട്ട് വേണേൽ നിങ്ങളെടുത്തോ. പക്ഷെ ഒരു പ്രാവശ്യം അവസരം കിട്ടിയാൽ ജനം BJP കൈവിടില്ല എന്ന് ഞങ്ങൾക്ക് നന്നായിട്ട് അറിയാം. എങ്ങനെയാണ് ഒരു നാട്ടിൽ മാറ്റം ഉണ്ടാക്കേണ്ടത്, എങ്ങനെയാണ് വികസനം ഉണ്ടാക്കേണ്ടത്, എങ്ങനെയാണ് ജനപക്ഷ നിലപാടുകൾ സ്വീകരിക്കേണ്ടത്, അത് ഭാരതീയ ജനതാ പാർട്ടിക്ക് അറിയാം. കാരണം ഞങ്ങൾ പ്രവർത്തിക്കുന്നത് കൈയിട്ട് പാരാനല്ല. ഉള്ളതെല്ലാം അങ്ങോട്ട് കൊടുക്കാൻ വേണ്ടി പഠിച്ചൊരു പാർട്ടിയാണ് ഭാരതീയ ജനതാ പാർട്ടി. സാധാരണക്കാരുടെ പണം കൊള്ളയടിക്കുന്ന പാർട്ടിയല്ല ഭാരതീയ ജനതാ പാർട്ടി. അതുകൊണ്ട് പണം എടുത്ത് വികസന പ്രവർത്തനത്തിന് വേണ്ടി ഉപയോഗിക്കും. CPM-കാരും കോൺഗ്രസുകാരും അങ്ങനെയല്ല. ഇവര് സാധാരണ നമ്മുടെ നാട്ടിലൊരു പഴഞ്ചൊല്ലുണ്ട്, ചക്രക്കുടത്ത് കൈയിട്ട നക്കാത്തവരായിട്ട് ആരുമില്ല. പക്ഷെ കോൺഗ്രസുകാരും CPM-കാരും ആ പഴഞ്ചൊല്ല് മാറ്റി അവർ രണ്ടുപേരും ഇപ്പോ ചക്രക്കുടം മാത്രമല്ല, ഈ സെപ്റ്റിക് ടാങ്കിൽ കൈയിട്ടാ പോലും നക്കുന്ന 2 പാർട്ടികളാണ് CPM കോൺഗ്രസും. പിന്നെ എങ്ങനെയാണ് ഈ നാട് രക്ഷപ്പെടുക? അതുകൊണ്ട് അവരെ മാറ്റി, ഈ അഴിമതിക്കാരായിട്ടുള്ള ആളുകളെ മാറ്റി വികസനോന്മുഖമായ രാഷ്ട്രീയം സ്വീകരിക്കുന്ന, നമ്മുടെ നാടിന്റെ മുഖച്ഛായ മാറ്റാൻ സാധിക്കുന്ന 1-ാം നമ്പർ ആളുകളെയാണ് ഭാരതീയ ജനതാ പാർട്ടി നിങ്ങളുടെ മുമ്പാകെ അവതരിപ്പിച്ചിട്ടുള്ളത്. അവർക്ക് താമരടയാളത്തിൽ വോട്ട് രേഖപ്പെടുത്തി അവരെ വിജയിപ്പിക്കണം. ഒരു പുതിയ കാസർഗോഡ് സൃഷ്ടിക്കണം, ഒരു പുതിയ കേരളം സൃഷ്ടിക്കണം. അതിനുവേണ്ടി നിങ്ങൾ എല്ലാവരും ഭാരതീയ ജനതാ പാർട്ടിയോടൊപ്പം, ദേശീയ ജനാധിപത്യ സഖ്യത്തോടൊപ്പം അണിചേരണം. മോഡിയുടെ വഴിയിൽ നമുക്ക് മുന്നേറണം. ലോകത്തിന്റെ നെറുകയിലേക്ക് ഈ രാജ്യം പോകുമ്പോൾ അതിൽ കേരളവും ഉണ്ടാകണം, മലയാളവും ഉണ്ടാകണം, കാസർഗോഡും ഉണ്ടാകണം. അതിന് നിങ്ങൾ എല്ലാവരും ഈ പ്രാവശ്യം ഭാരതീയ ജനതാ പാർട്ടിയോടൊപ്പം അണിചേരണമെന്ന് വിനയപരസ്പരം അഭ്യർത്ഥിച്ചുകൊണ്ട് BJP-യുടെ പ്രിയങ്കരായ എല്ലാ സ്ഥാനാർത്ഥികൾക്കും താമരടയാളത്തിൽ വോട്ട് രേഖപ്പെടുത്തി അവരെ വിജയിപ്പിക്കണമെന്ന് ഒരിക്കൽ കൂടി അഭ്യർത്ഥിച്ചുകൊണ്ട് എന്നെ ശ്രമിച്ച് നിങ്ങൾക്ക് ഏവർക്കും നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് ഞാൻ തൽക്കാലം വിടവാങ്ങുന്നു. നമസ്കാരം. വന്ദേ മാതരം. ഭാരത് മാതാ കീ. അടുത്തതായി ഭാരതീയ ജനതാ പാർട്ടിയുടെ ജൈത്രയാത്രയുടെ തുടർ യാത്രയ്ക്ക് തുടക്കം കുറിച്ചുകൊണ്ട് കാസർഗോഡ് ജില്ലാ പഞ്ചായത്ത് ഡിവിഷൻ, അതുപോലെ ചൂരി, ഉളിയത്തടുക്ക, രാംദാസ് നഗർ ബ്ലോക്ക് ഡിവിഷനുകളിലെ സ്ഥാനാർത്ഥികളെയും ഈ പഞ്ചായത്തിൽ നിന്ന് മത്സരിക്കുന്ന എല്ലാ വാർഡ് സ്ഥാനാർത്ഥികളെയും നിങ്ങളുടെ മുമ്പിൽ പരിചയപ്പെടുത്തുകയാണ്. പരിചയപ്പെടുത്തുന്നതിന് വേണ്ടി ഭാരതീയ ജനതാ പാർട്ടി ജില്ലാ സെൽ കോർഡിനേറ്റർ ശ്രീ ಸುಕುಮಾರ್ ಕುದ್ರಪಾಡಿ ಅವರುಗಳೇ ಕ್ಷಣಿಸಿಕೊಳ್ಳುന്നു. ಸ್ಥಳೀಯಾಡಳಿತ ಸಂಸ್ಥೆ ಚುನಾವಣೆಯಲ್ಲಿ ಸ್ಪರ್ಧಿಸುತ್ತಿರುವಂಥ ನಮ್ಮ ಹೆಮ್ಮೆಯ ಅಭ್ಯರ್ಥಿಗಳನ್ನು ನಿಮ್ಮ ಮುಂದೆ ಪರಿಚಯಿಸುವಂಥ ಕಾರ್ಯಕ್ರಮ. ಮೊದಲಿಗೆ ಸಿವಿಲ್ ಸ್ಟೇಷನ್ ಡಿವಿಷನ್ ಜಿಲ್ಲಾ ಪಂಚಾಯತ್ಗೆ ಸ್ಪರ್ಧಿಸುತ್ತಿರುವ ಸುನಿಲ್ PR ಇವರನ್ನು ಶ್ರೀ MT ರಮೇಶ್ ನಮ್ಮ ಪಕ್ಷದ ರಾಜ್ಯ ಪ್ರಧಾನ ಕಾರ್ಯದರ್ಶಿಗಳು ಸಾಲೂರಿಸಿ ಗೌರವಿಸಬೇಕಾಗಿ ಕೇಳಿಕೊಳ್ತಾ ಇದ್ದೇನೆ. ಅದೇ ರೀತಿ ಬ್ಲಾಕ್ ಪಂಚಾಯತ್ಗೆ ಸ್ಪರ್ಧಿಸುತ್ತಿರುವ ಏರಿಯಲ್ ಡಿವಿಷನ್ನ ಸಂಜಯ್ ಶ್ರೀ ಅವರು ವೇದಿಕೆಗೆ ಬರಬೇಕಾಗಿ ನಾನು ಕೇಳಿಕೊಳ್ತಾ ಇದ್ದೇನೆ. ಅದೇ ರೀತಿ ಚೂರು ಡಿವಿಷನ್ನಿಂದ ಸ್ಪರ್ಧಿಸಿರುವ ಶ್ರೀಮತಿ ಲೀಲಕ್ಕ, ಅದೇ ರೀತಿ ರಾಮದಾಸ್ ನಗರ ಡಿವಿಷನ್ನಿಂದ ಸ್ಪರ್ಧಿಸುತ್ತಿರುವ ಶ್ರೀಮತಿ ಸ್ಮಿತಾ ಸುಧಾಕರ್, ಅದೇ ರೀತಿ ಉಳಿಯತಡ್ಕ ಡಿವಿಷನ್ನಿಂದ ಸ್ಪರ್ಧಿಸುತ್ತಿರುವ ಶ್ರೀಮತಿ ಸರಸ್ವತಿ AS ಮುಳಿಯಾರ್, ಅದೇ ರೀತಿ ಸಿವಿಲ್ ಸ್ಟೇಷನ್ ಡಿವಿಷನ್ನಿಂದ ಸ್ಪರ್ಧಿಸುತ್ತಿರುವ ಶಶಿಧರ ನಾಯರ್, ಬೇಳ ಡಿವಿಷನ್ನಿಂದ ಸ್ಪರ್ಧಿಸುತ್ತಿರುವ ಪ್ರಶಾಂತ್ ಶೆಟ್ಟಿ,
ಅದೇ ರೀತಿ ಮದೂರು ಕ್ಷಮಿಸಿ ಮೊಗ್ರಾಲ್ ಗ್ರಾಮ ಪಂಚಾಯತಿನಿಂದ ಸ್ಪರ್ಧಿಸುತ್ತಿರುವ 1ನೇ ವಾರ್ಡಿನ ಅಭ್ಯರ್ಥಿ ಸಂತೋಷ್, ಬಳ್ಳೂರು ವಾರ್ಡಿನಿಂದ ಸ್ಪರ್ಧಿಸುತ್ತಿರುವ ಚಂದ್ರಶೇಖರ್, ಕೋಟಕುಂದ ವಾರ್ಡಿನಿಂದ ಸ್ಪರ್ಧಿಸುತ್ತಿರುವ ದೇವದಾಸಾಚಾರ್ಯ, ಕಂಬಾರ್ ವಾರ್ಡಿನಿಂದ ಸ್ಪರ್ಧಿಸುತ್ತಿರುವ ಸುಜಾತ, ಉಜಿರಕೆರೆ ಮಜಲ್ನಿಂದ ಸ್ಪರ್ಧಿಸಿರುವ ಸರೋಜಿನಿ, ನೀರ್ಚಾಲ್ ಡಿವಿಷನ್ ವಾರ್ಡಿನಿಂದ ಸ್ಪರ್ಧಿಸಿರುವ ವಿಜಯಕುಮಾರ್, ಕರ್ನಾಟಕ ಪಾಯ್ಚಾಲ್ ವಾರ್ಡಿನಿಂದ ಸ್ಪರ್ಧಿಸಿರುವ ವಸಂತಿ, ಗುಯತಡ್ಕ ವಾರ್ಡಿನಿಂದ ಸ್ಪರ್ಧಿಸುತ್ತಿರುವ ಶ್ರೀವಿದ್ಯಾ, ಅದೇ ರೀತಿಯಲ್ಲಿ ಕೇಳುಗುಡ್ಡೆ ಬಳಿಮಗರ್ ವಾರ್ಡಿನಿಂದ ಸ್ಪರ್ಧಿಸುತ್ತಿರುವ ಪ್ರಮೀಳಾ ಮಜಲ್, ಅಕ್ಕರಕುಂದು ವಾರ್ಡಿನಿಂದ ಸ್ಪರ್ಧಿಸುತ್ತಿರುವ ಶ್ರೀನಿವಾಸ್ ನಾಯ್ಕ್, ಚೌಕಿ ಕಡಪನಿಂದ ಸ್ಪರ್ಧಿಸಿರುವ ಮಲ್ಲಿಕಾ ಪ್ರಭಾಕರ್, ಕಲ್ಲಂಗೈಯಿಂದ ಸೌಮ್ಯ, ಶಾಸ್ತಾನಗರ್ ಭಾರತಿ, ಮೊಗ್ರಾಲ್ ಪುತ್ತೂರು ವಾರ್ಡಿನಿಂದ ಸ್ಪರ್ಧಿಸಿರುವ ದೀಕ್ಷಿತಾ ಇವರು ವೇದಿಕೆಗೆ ಬರಬೇಕಾಗಿ ಕೇಳಿಕೊಳ್ತಾ ಇದ್ದೇನೆ. ಅದೇ ರೀತಿ ಮದೂರು ಗ್ರಾಮ ಪಂಚಾಯತಿನ 1ನೇ ವಾರ್ಡ್ ಮಾಯ್ಪಾಡಿಯಿಂದ ಸ್ಪರ್ಧಿಸುತ್ತಿರುವ ಶ್ರೀ ರವಿ ಗಟ್ಟಿ ಮಾಯ್ಪಾಡಿ, ಅದೇ ರೀತಿಯಲ್ಲಿ 2ನೇ ವಾರ್ಡಿನಿಂದ ಸ್ಪರ್ಧಿಸುತ್ತಿರುವ ಶ್ರೀ ಅಶೋಕ ಚೆಟ್ಟಿಯಾರ್, 3ನೇ ವಾರ್ಡಿನಿಂದ ಏರಿಕಳದಿಂದ ಸ್ಪರ್ಧಿಸುತ್ತಿರುವ ಶ್ರೀಮತಿ ದಾಕ್ಷಾಯಣಿ, 4ನೇ ವಾರ್ಡ್ ಕೊಲ್ಯದಿಂದ ಸ್ಪರ್ಧಿಸುತ್ತಿರುವ ಶ್ರೀಮತಿ ಸುಜ್ಞಾನಿ ಶಾನುಭವ್, ಅದೇ ರೀತಿ 5ನೇ ವಾರ್ಡ್ ಕೊಲ್ಲಂಗಾನದಿಂದ ಸ್ಪರ್ಧಿಸುತ್ತಿರುವ ಶ್ರೀಮತಿ ಸುಜಾತ ಕಿಶೋರ್, 6ನೇ ವಾರ್ಡ್ ಉಳಿಯದಿಂದ ಸ್ಪರ್ಧಿಸುತ್ತಿರುವ ಶ್ರೀಮತಿ ಜಯಶ್ರೀ, ಅದೇ ರೀತಿ 7ನೇ ವಾರ್ಡ್ ಮಧುನಿಂದ ಸ್ಪರ್ಧಿಸುತ್ತಿರುವ ಯೋಗೇಶ್ ಎಂಆರ್, ಅದೇ ರೀತಿ 10ನೇ ವಾರ್ಡ್ ಚೆಟ್ಟುಂಗಿನಿಂದ ಸ್ಪರ್ಧಿಸುತ್ತಿರುವ ಅಶ್ವಿನಿ ಮನ್ನಿಪ್ಪಾಡಿ, ಅದೇ ರೀತಿ 11ನೇ ವಾರ್ಡ್ ಉದಯಗಿರಿಯಿಂದ ಸ್ಪರ್ಧಿಸುತ್ತಿರುವ ಅನಿಲ್ ಕುಮಾರ್, ಅದೇ ರೀತಿ ಉದಯಗಿರಿ ವಾರ್ಡ್ನಿಂದ ಸ್ಪರ್ಧಿಸುತ್ತಿರುವ ಅನಿಲ್ ಕುಮಾರ್, ಕೋಟೆಕಣಿಯಿಂದ ಸ್ಪರ್ಧಿಸುತ್ತಿರುವ ಶ್ರೀ ಮಾಧವ್ ಮಾಸ್ಟರ್, 13ನೇ ವಾರ್ಡ್ ಮೀಪುಗುರಿಯಿಂದ ಸ್ಪರ್ಧಿಸುತ್ತಿರುವ ಶ್ರೀ ಗಣೇಶ್ ಪ್ರಸಾದ್, 14ನೇ ವಾರ್ಡ್ ಚೂರಿಯಿಂದ ಸ್ಪರ್ಧಿಸುತ್ತಿರುವ ಕುಮಾರಿ ರಾಧಾ, 15ನೇ ವಾರ್ಡ್ ಸೂರ್ಲಿನಿಂದ ಸ್ಪರ್ಧಿಸುತ್ತಿರುವ ದೀಪ್ತಿ ಕೆ, ಕೇಳುಗುಡ್ಡೆ 16ನೇ ವಾರ್ಡಿನಿಂದ ಸ್ಪರ್ಧಿಸುತ್ತಿರುವ ಶ್ರೀ ವಸಂತ, 17ನೇ ವಾರ್ಡ್ ಕಾಳೆಗಾಣಿಯಿಂದ ಸ್ಪರ್ಧಿಸುತ್ತಿರುವ ಶ್ರೀ ಭಾನುಪ್ರಕಾಶ್, 18ನೇ ವಾರ್ಡ್ ರಾಮದಾಸ್ ನಗರದಿಂದ ಸ್ಪರ್ಧಿಸುತ್ತಿರುವ ಶ್ರೀಮತಿ ಪುಷ್ಪಾ ಗೋಪಾಲನ್, 19ನೇ ವಾರ್ಡ್ ಮನ್ನಿಪಾಡಿಯಿಂದ ಸ್ಪರ್ಧಿಸಿರುವ ರತೀಶ್ ಎಂ, 20ನೇ ವಾರ್ಡ್ ಪಂಚಾಯತ್ ಆಫೀಸ್ ವಾರ್ಡಿನಿಂದ ಸ್ಪರ್ಧಿಸಿರುವ ಶ್ರೀಮತಿ ಧನ್ಯ, 21ನೇ ವಾರ್ಡ್ ಉಳಿಯತಡಕದಿಂದ ಸ್ಪರ್ಧಿಸುತ್ತಿರುವ ಅಶ್ವಿತಾ ಎಚ್ ನಾಯಕ್, 22ನೇ ವಾರ್ಡ್ ನೇಸರ್ ನಗರದಿಂದ ಸ್ಪರ್ಧಿಸುತ್ತಿರುವ ಅನಿತಾ, ಭಗವತಿ ನಗರ್ ವಾರ್ಡಿನಿಂದ ಸ್ಪರ್ಧಿಸುತ್ತಿರುವ ಶ್ರೀ ಚಂದ್ರ ಬಿಬಿ, 24ನೇ ವಾರ್ಡ್ ಸಿರಿಬಾಗಿಲಿನಿಂದ ಸ್ಪರ್ಧಿಸುತ್ತಿರುವ ನವನೀತ್ ಶೆಟ್ಟಿ, ಅದೇ ರೀತಿಯಲ್ಲಿ ಚೆಂಗಳ ಪಂಚಾಯತಿನ ಸಿವಿಲ್ ಡಿವಿಷನ್ನ ವಾರ್ಡಾದ ಚೆಂಗಳದಿಂದ ಸ್ಪರ್ಧಿಸುತ್ತಿರುವ ಶ್ರೀ ಕೊರ್ಗಪ್ಪ ಪುಂಡೂರು,
എല്ലാ സ്ഥാനാർത്ഥികൾക്കും വിജയാശംസകൾ നേരുന്നു. അടുത്തതായി കൃതജ്ഞത അർപ്പിക്കുന്നത് ഭാരതീയ ജനതാ യുവമോർച്ച ജില്ലാ ഉപാധ്യക്ഷൻ ശ്രീ ഭരത് ഗണ്ഡി അവർകളെ സാദരം ക്ഷണിച്ചുകൊള്ളുന്നു. ശ്രീമാൻജി, പാർട്ടിയുടെ ബഹുമാനായ ജില്ലാ അധ്യക്ഷ ശ്രീമതി ML അശ്വിനി, പിന്നീട് ജനറൽ സെക്രട്ടറി ശ്രീ PR സുനിൽ, മധൂർ ഗ്രാമപഞ്ചായത്തിൻ്റെ പ്രസിഡന്റ് ശ്രീ ഗോപാലൻ ഷാക്കൂർ, കാസർഗോഡ് മണ്ഡലത്തിൻ്റെ പ്രസിഡന്റ് ശ്രീ ഗുരുപ്രസാദ് പ്രഭു, ശ്രീ പുഷ്പ ഗോപാലൻ, ശ്രീ സഞ്ജീവ പുലിക്കോർ, ശ്രീ പ്രമീല മച്ചൽ, ശ്രീ രവി കെട്ടി, ശ്രീ മാധവ മാസ്റ്റർ, ശ്രീ സമ്പത്ത് അനിക്ക, ശ്രീ ഹരീഷ് കുളങ്ങര, ശ്രീ ഹരസ് കെട്ടി, ശ്രീ മുരളി മധൂർ, ശ്രീ P രമേശ് ജി, ഈ വേദിയിലുള്ള ബഹുമാനരായ മറ്റു നേതാക്കളെ, വിവിധ ഗ്രാമ ജില്ലാ ബ്ലോക്ക് പഞ്ചായത്തിലേക്ക് മത്സരിക്കുന്ന ഭാരതീയ ജനതാ പാർട്ടിയുടെ ബഹുമാനരായ പ്രിയങ്കരായ സ്ഥാനാർത്ഥികളെ, പ്രിയപ്പെട്ട സഹപ്രവർത്തകന്മാരെ, സ്നേഹം നിറഞ്ഞ നാട്ടുകാരെ, എല്ലാവർക്കും നമസ്കാരം. ആശ്വാസം. ഡിസംബർ മാസം 11-ാം തീയതി നമ്മുടെ കേരളത്തിലെ തദ്ദേശ ഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പ് നടക്കുകയാണ്. 9-ഉം 10-ഉം തീയതി നടക്കുന്ന തെരഞ്ഞെടുപ്പിൽ 9-ഉം 11-ഉം തീയതി നടക്കുന്ന തെരഞ്ഞെടുപ്പിൽ 11-ാം തീയതിയാണ് നമ്മുടെ ഈ കാസർഗോഡ് ജില്ലയിലെ തെരഞ്ഞെടുപ്പ്. ഈ തെരഞ്ഞെടുപ്പിൽ ഭാരതീയ ജനതാ പാർട്ടിയുടെയും ദേശീയ ജനാധിപത്യ സഖ്യത്തിൻ്റെയും സ്ഥാനാർത്ഥികളായി ഗ്രാമപഞ്ചായത്തിലേക്കും ബ്ലോക്കിലേക്കും ജില്ലയിലേക്കും ഒക്കെ മത്സരിക്കുന്ന എല്ലാ സഹപ്രവർത്തകന്മാർക്കും ഞാൻ ആദ്യമേ തന്നെ വിജയാശംസകൾ നേരുകയാണ്. തെരഞ്ഞെടുപ്പിൻ്റെ രാഷ്ട്രീയമായ പ്രാധാന്യവും പ്രത്യേകതയുമെല്ലാം നേരത്തെ നേതാക്കന്മാരെല്ലാവരും വിശദമായി ഇവിടെ സൂചിപ്പിച്ചിട്ടുണ്ടാകുമെന്ന് വിശ്വസിക്കുന്നു. ഈ തെരഞ്ഞെടുപ്പ് കേരളത്തിൽ ഏറ്റവും നിർണായകമായ ഒരു തെരഞ്ഞെടുപ്പാണ്. കേരളത്തിലെ ഓരോ പ്രാദേശിക ഭരണസമിതികളിലും ആരധികാരത്തിലേക്ക് എത്തണം എന്ന് തീരുമാനിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും എല്ലാവരുടെയും മനസ്സിലുണ്ടാവുക ഓരോ പ്രദേശത്തിൻ്റെയും വികസനത്തിന് ആർക്ക് നേതൃത്വം കൊടുക്കാൻ സാധിക്കും എന്നുള്ളതാണ്. പഞ്ചായത്ത് ഭരണസമിതികൾ, ബ്ലോക്ക്, ജില്ലാ ഭരണസമിതികൾ എന്നൊക്കെ പറഞ്ഞാൽ നമ്മുടെ എല്ലാവരുടെയും ദൈനംദിന ജീവിതവുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന നിത്യജീവിതത്തിലെ നമ്മുടെ പ്രയാസങ്ങളെയും പ്രശ്നങ്ങളും പരിഹരിക്കാനുള്ള വേദിയാണ്. ഓരോ പ്രദേശത്തിൻ്റെയും വികസനത്തിന് നേതൃത്വം കൊടുക്കേണ്ട വ്യക്തിയാണ്. അത്തരം വേദികളിൽ ആരധികാരത്തിലേക്ക് എത്തണമെന്ന് തീരുമാനിക്കുമ്പോൾ ആരാണ് ഈ രാജ്യത്തിന്റെ വികസന പ്രവർത്തനത്തിന് നേതൃത്വം കൊടുക്കുന്നത്? ആരാണ് ഈ സമൂഹത്തിലെ എല്ലാവരെയും കക്ഷി രാഷ്ട്രീയ മത പരിഗണന ഭേദങ്ങൾക്കപ്പുറത്തേക്ക് എല്ലാവരെയും ചേർത്ത് പിടിക്കുന്ന രാഷ്ട്രീയം ഏതാണ്? ഈ ചോദ്യമാണ് സ്വാഭാവികമായിട്ടും ഓരോ വോട്ടറുടെയും മനസ്സിലുണ്ടാവേണ്ടത്. അതുകൊണ്ടാണ് ഭാരതീയ ജനതാ പാർട്ടി ഈ പ്രാവശ്യം കേരളത്തിലെ ജനങ്ങളുടെ മുമ്പാകെ ഏറ്റവും ഭാവാത്മകമായ ഒരാശയം മുമ്പോട്ട് വെച്ചുകൊണ്ടാണ് തെരഞ്ഞെടുപ്പിനെ നേരിടുന്നത്. BJP ജനങ്ങളോട് വോട്ട് ചോദിക്കുന്നത്
ഒരു വികസന കേരളം സാക്ഷാത്കരിക്കാൻ വേണ്ടിയിട്ടാണ്. കേരളം രൂപം കൊണ്ടിട്ട് 69 കൊല്ലമായി. ഒരു വർഷം കൂടി കഴിഞ്ഞാൽ നമ്മൾ എല്ലാവരും സപ്തതിയിലേക്ക് പോവുകയാണ് ഈ കേരളം. കഴിഞ്ഞ 69 കൊല്ലക്കാലമായി ഈ നാടിന് അധികാരം കൈയാളിയത് ഒന്നുകിൽ ഇടതുപക്ഷമാണ്, അല്ലെങ്കിൽ UDF ആണ്. ഈ 69 കൊല്ലക്കാലം കേരളത്തിലെ ഗ്രാമപഞ്ചായത്തുകളുടെയും മുനിസിപ്പാലിറ്റികളുടെയും കോർപ്പറേഷനുകൾ ഭരണം കൈയാളിയത്, മഹാഭൂരിപക്ഷം പഞ്ചായത്തുകളുടെയും ഭരണം കൈയാളിയത് ഒന്നുകിൽ UDF ആണ്, അല്ലെങ്കിൽ LDF ആണ്. അങ്ങനെ ഗ്രാമപഞ്ചായത്ത് മുതൽ സംസ്ഥാനം വരെ ഈ നാടിന് അധികാരം കൈയാളാൻ CPM-നും കോൺഗ്രസിനും ലീഗിനുമെല്ലാം അവസരം കിട്ടിയിരുന്നു. ഈ കേരളത്തിൽ അവരെന്ത് ചെയ്തു എന്നുള്ള ചോദ്യം ഏറ്റവും പ്രസക്തമാണ്. കേരളത്തിന്റെ ആരോഗ്യ മേഖല മുതൽ വിദ്യാഭ്യാസ മേഖല വരെ സമസ്ത മേഖലയിലും നാം ഇന്ന് അനുഭവിക്കുന്ന വികസനപരമായിട്ടുള്ള പിന്നോക്കാവസ്ഥയ്ക്ക് ഉത്തരവാദികൾ ഒന്നുകിൽ CPM ആണ്, അല്ലെങ്കിൽ കോൺഗ്രസ് ആണ്, അല്ലെങ്കിൽ അവർ നേതൃത്വം കൊടുക്കുന്ന മുന്നണിയാണ്. അതുകൊണ്ടാണ് ഇതിന് ബദലുണ്ടാവണം, ഇതിന് പരിഹാരമുണ്ടാവണമെന്ന് ഭാരതീയ ജനതാ പാർട്ടി കേരളത്തിലെ ജനങ്ങളോട് അഭ്യർത്ഥിക്കുന്നു. നാം അനുഭവിക്കുന്ന ഈ വലിയ വികസന പ്രതിസന്ധിക്ക് പരിഹാരം കാണണം. അതിനൊരു പരിഹാരം മാത്രമേ ഉള്ളൂ, ഇത് ഭാരതീയ ജനതാ പാർട്ടിയാണ്. അതുകൊണ്ടാണ് നാം വികസനത്തെക്കുറിച്ച് സംസാരിക്കുമ്പോൾ ആളുകളെല്ലാവരും ശ്രദ്ധയോടുകൂടി കേൾക്കുന്നത് ഭാരതീയ ജനതാ പാർട്ടി പറയുന്നതിൽ സത്യസന്ധതയും ആത്മാർത്ഥതയും ഉണ്ട് എന്നുള്ളതുകൊണ്ട്. ഈ രാജ്യത്ത് ഏതെങ്കിലും ഒരു രാഷ്ട്രീയ പാർട്ടിക്ക് വികസനത്തെക്കുറിച്ച് സംസാരിക്കാൻ അധികാരവും അവകാശമുണ്ടെങ്കിൽ അത് ഭാരതീയ ജനതാ പാർട്ടിക്ക് മാത്രമാണ് എന്നുള്ളതാണ് സത്യം. നമ്മളാണ് ഈ രാജ്യത്ത് വികസനം നടപ്പിലാക്കിയിട്ടുള്ളത്. കഴിഞ്ഞ 11 കൊല്ലക്കാലമായി രാജ്യം ഭരിക്കുന്ന നരേന്ദ്രമോദി ഗവൺമെന്റ് രാജ്യത്തുടനീളം നടപ്പിലാക്കിയിട്ടുള്ള അഭൂതപൂർവമായിട്ടുള്ള വികസന പ്രവർത്തനമുണ്ട്. 2014 മുമ്പത്തെ ഭാരതവും 2014 ശേഷമുള്ള ഭാരതവും ഈ ലോകം തിരിച്ചറിയുകയാണ്. ഈ രാജ്യത്തുണ്ടായ സമാനതകളില്ലാത്ത പരിവർത്തനങ്ങളെ കുറിച്ച് ലോകം അത്ഭുതത്തോടുകൂടി ഇത് നോക്കിക്കാണുകയാണ്. അതുകൊണ്ടാണ് ഭാരതീയ ജനതാ പാർട്ടി വികസനത്തെ കുറിച്ച് പറയുമ്പോൾ ജനം ശ്രദ്ധയോടുകൂടി ശ്രമിക്കുന്നു. നമുക്ക് ഈ രാജ്യത്തെ ജനങ്ങളോട് ആധികാരികമായി വികസനത്തെ കുറിച്ച് പറയാം. മറ്റു രണ്ട് മുന്നണികൾക്ക് എന്ത് പറയാനുണ്ട്? CPM-നും കോൺഗ്രസിനും ഈ നാട്ടിലെ ജനങ്ങളോട് എന്താ പറയാനുള്ളത്? ഇപ്പൊ നിങ്ങൾ തെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ നോക്കൂ, നാം ജനങ്ങളോട് വികസനത്തെ കുറിച്ചാണ് പറയുക. തൊഴിലിനെ കുറിച്ച്, വിദ്യാഭ്യാസത്തെ കുറിച്ച്, വ്യവസായത്തെ കുറിച്ച്, കൃഷിയെ കുറിച്ച്, റോഡുകളെ കുറിച്ച്, തോടുകളെ കുറിച്ച്, പാലങ്ങളെ കുറിച്ച്, ഇതെല്ലാമാണ് നാം പറയുക. CPM-നും കോൺഗ്രസിനും ആകെ ജനങ്ങളോട് പറയാനുള്ളതാണ്. ജനത്തിന് എന്താണ് അവരോട് ചോദിക്കാനുള്ളത്? ഈ തെരഞ്ഞെടുപ്പിൽ മാർക്സിസ്റ്റ് പാർട്ടിയുടെയും കോൺഗ്രസിന്റെയും ഒക്കെ ആകെ മുദ്രാവാക്യം എന്ന് പറയുന്നത്, ഏക കാര്യം എന്ന് പറയുന്നത് ഒരു സ്വർണവും ഒരു ഗർഭവും. ഈ രണ്ട് കാര്യങ്ങൾക്കപ്പുറത്ത് എന്താണ് CPM-നും കോൺഗ്രസിനും പറയാനുള്ളത്? ജനങ്ങൾക്ക് അതാണ് അവരോട് ചോദിക്കാനുള്ളത്. ഞാൻ ഇന്നലെ മുസ്ലിം ലീഗിന്റെ നേതാവ് കുഞ്ഞാലിക്കുട്ടിയുടെ പ്രസ്താവന കണ്ടു. കുഞ്ഞാലിക്കുട്ടി പറയുന്നത്, ഈ രാഹുൽ മാങ്കൂട്ടത്തിന്റെ കേസ് വന്നതിന് ശേഷം UDF-ന്റെ ജനപ്രീതി വല്ലാതെ ഉയർന്നു. എനിക്കത് എത്ര ആലോചിച്ചിട്ടും മനസ്സിലാക്കിയില്ല. കുഞ്ഞാലിക്കുട്ടിക്ക് ഒരു പക്ഷേ ജനപ്രീതി കൂടി ഉണ്ടാകും. കാരണം കുഞ്ഞാലിക്കുട്ടിയേക്കാളും വലിയൊരു വീരൻ UDF-ൽ നിന്ന് ഇപ്പൊ ഇപ്പോഴാണ് UDF-ന് മനസ്സിലായത്. പക്ഷെ ആ പെൺകുട്ടികളെ നിർബന്ധിച്ച് ഗർഭചിത്രം നടത്തിയതിന്റെ പേരിൽ ഒരു പാർട്ടിയുടെയും മുന്നണിയുടെയും വേദി കൊടുക്കുക എന്ന് പറഞ്ഞാൽ ഇതാണ് UDF-ന്റെ രാഷ്ട്രീയമെങ്കിൽ വളരെ ശ്രദ്ധിക്കേണ്ടത്. ഇങ്ങനെയാണ് നിങ്ങൾ ഇമേജ് കൂട്ടുന്നതെങ്കിൽ കേരളത്തിലെ UDF രാഷ്ട്രീയം എത്തിയിരിക്കുന്ന അങ്ങേയറ്റത്തെ ജീർണത, ആളുകൾക്ക് എന്ത് തോന്നിവാസം വൃത്തികേടും കാണിക്കാം. പക്ഷെ ഈ കോൺഗ്രസ്സുകാരെന്തിന് അതിനെ ഏറ്റെടുത്ത് നടത്തുന്നത്? കോൺഗ്രസിലെ ഒരു യുവ MLA ഈ കേരളത്തിലെ ജനങ്ങൾക്കാകെ അപമാനം വരുത്തിവെച്ചുകൊണ്ട് ആ MLA പ്രവർത്തിക്കുമ്പോൾ അതിനെ തിരുത്താൻ കോൺഗ്രസ്സുകാർ തയ്യാറാണ്. അയാൾക്കെതിരെ നടപടി സ്വീകരിക്കാൻ തയ്യാറാകുന്നു. രാഹുൽ മാങ്കൂട്ട് എന്ന് പറയുന്ന ചെറുപ്പക്കാരനെ ഈ തോന്നിവാസങ്ങൾ കാണിക്കാൻ തുടങ്ങിയിട്ട് കുറെ കാലമായി. ഒന്നിനു പുറകെ ഒന്നായിട്ട് പരാതികൾ വരികയാണ്. ഞാൻ ചോദിക്കട്ടെ, സാമാന്യ മര്യാദക്ക് കോൺഗ്രസ് UDF ഒരു ഉത്തരവാദപ്പെട്ട രാഷ്ട്രീയ പാർട്ടിയാണ്. ഈ MLA എന്നെ മാറ്റി നിർത്തണ്ടേ? 3 മാസം മുമ്പ് ഒരു പെൺകുട്ടി പരസ്യമായി അവരുടെ ശബ്ദരേഖ പുറത്തു വന്നു. ആ പെൺകുട്ടിയെ അപമാനിക്കുന്ന വാർത്തകൾ പുറത്തു വന്നു. അവരെ നിർബന്ധിപ്പിച്ച് ഭീഷണിപ്പെടുത്തി
എങ്ങനെയാണ് തന്റെ വരുതിക്ക് നിർത്തിയത് എന്ന് എല്ലാവരും അറിഞ്ഞു. അതറിഞ്ഞാൽ ഈ കോൺഗ്രസുകാരെ ഈ MLA മാറ്റി നിർത്തണ്ടേ? അയാളോട് രാജിവെക്കണമെന്ന് പറയണ്ടേ? അത് പറയുന്നത് അറിയില്ലല്ലോ. കോൺഗ്രസുകാർ പറയുന്നത് ഞങ്ങൾ അന്ന് അയാൾ സസ്പെൻഡ് ചെയ്തിട്ടുണ്ട്. എന്ത് സസ്പെൻഷൻ? എവിടെ സസ്പെൻഡ് ചെയ്തു? സസ്പെൻഡ് ചെയ്ത ഈ നേതാവിനെ എല്ലാ കോൺഗ്രസ് വേദിയിലും നമ്മൾ കണ്ടിട്ടുണ്ട്. നിയമസഭാ സമ്മേളനം നടക്കുമ്പോൾ ഈ MLA എല്ലാ പരിവാരങ്ങളും കൂടി നിയമസഭയിൽ വന്ന് പ്രസംഗിക്കുന്നത് നാം കണ്ടല്ലോ. കോൺഗ്രസ് പറഞ്ഞു ഈ MLA-യോട് നിങ്ങൾ നിയമസഭയിൽ വരാൻ പാടില്ല, പറഞ്ഞില്ലല്ലോ. ഈ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചപ്പോൾ പാലക്കാട് എല്ലാ കോൺഗ്രസ് വേദികളിലും കോൺഗ്രസ് സ്ഥാനാർത്ഥിക്ക് വേണ്ടി വോട്ട് പിടിക്കാൻ ഈ MLA ഉണ്ടായിരുന്നല്ലോ. കോൺഗ്രസ് ആ MLA-യോട് പറഞ്ഞു നിങ്ങൾ ഈ പാർട്ടിയിൽ നിന്ന് പുറത്താക്കിയതാണ്, നിങ്ങൾ സസ്പെൻഡ് ചെയ്യപ്പെട്ട ആളാണ്, പാർട്ടി വേദിയിലേക്ക് വരാൻ പാടില്ല എന്ന് കോൺഗ്രസ് പറഞ്ഞില്ലല്ലോ. അത് പറയുന്നതിന് പകരം ഈ MLA-യുടെ ഇടത്തും വലത്തും കോൺഗ്രസിന്റെ നേതാക്കന്മാരല്ലേ ഉണ്ടായിരുന്നത്. മുമ്പിലും പിമ്പിലും MP-യും DCC പ്രസിഡന്റും KPCC സെക്രട്ടറിയും എല്ലാവരും വട്ടത്തിൽ കൂടി ഈ MLA-യെ ഉയർത്തിപ്പിടിച്ച് നടന്നില്ലേ? കോൺഗ്രസുകാർക്ക് എന്ത് സമാധാനമാണ് പറയാനുള്ളത്? ആരാണ് ഈ മനുഷ്യനെ സംരക്ഷിക്കുന്നത്? ഇപ്പോഴും സംരക്ഷിക്കുന്നത് കോൺഗ്രസ് നേതാക്കന്മാർ. ഞാൻ ചോദിക്കട്ടെ, കോൺഗ്രസുകാർക്ക് മാനാഭിമാനം എന്ന് പറയുന്ന ഒരു ഏർപ്പാടില്ല, അത് നഷ്ടപ്പെട്ടോ? നിങ്ങളുടെ കൂട്ടത്തിൽ ഒരാൾ തോന്നിവാസം കാണിച്ചാൽ അയാളെ പടിയടിച്ച് പുറം വെക്കാൻ ആവശ്യമായ നടപടിയെ സ്വീകരിക്കണത്. എന്തിനാണ് ഈ കോൺഗ്രസിന്റെ നേതാക്കന്മാർ ഇങ്ങനെ ഭയപ്പെടുന്നത്? ഞങ്ങളുടെ ചോദ്യം ഇതാണ്. രാഹുൽ മാങ്കൂട്ടത്തിൽ എന്തോ ചെയ്തോട്ടെ, അയാളൊരു സൈക്കോപാത്താണ്, അയാൾ എന്തോ ചെയ്തോട്ടെ, അതല്ല നമ്മുടെ പ്രശ്നം. ഞാൻ കേരളത്തിലെ കോൺഗ്രസ് നേതാക്കന്മാരോട് ചോദിക്കുന്നത്, നിങ്ങൾ എന്തിനാണ് ഈ ലൈംഗിക വൈകൃതത്തിന് ഉത്തരവാദിയായ ഈ മനുഷ്യനെ നിങ്ങൾ എന്തിനു ഭയപ്പെടണം? കോൺഗ്രസ് പാർട്ടികൾ പുറത്താക്കി പടിയടിച്ച് കൊണ്ടുവെക്കാൻ എന്തായിരുന്നു കോൺഗ്രസിന് മടി? ഇന്നും കർണാടകത്തിലെ ഒളിവിൽ താമസിക്കുന്നു പറയുന്ന ആരാണ് ഒളിവിടപെടൽ ഉണ്ടാക്കി കൊടുക്കുന്നത്? അപ്പോൾ കോൺഗ്രസ് നേതാക്കന്മാർക്ക് ഈ മനുഷ്യന് ഭയമുണ്ട്, UDF നേതാക്കന്മാർക്ക് ഈ മനുഷ്യന് ഭയമുണ്ട്. അതാണ് എന്റെ ചോദ്യം. അപ്പോ എന്തോ ചില കാര്യങ്ങൾ അയാളുടെ കയ്യിലുണ്ട് എന്നല്ലേ, അതല്ലേ നമ്മൾ മനസ്സിലാക്കേണ്ടത്? അതല്ലേ പേടി? അല്ലെങ്കിൽ ഈ കോൺഗ്രസുകാര് എന്തിനാ ഭയപ്പെടുന്നത്? അപ്പൊ ഭയപ്പെടുന്നത് ഒളിക്കാനും മറക്കാനും ഉള്ളതുകൊണ്ടാണ്. അതാ ഞാൻ കോൺഗ്രസിനോട് ചോദിക്കുന്നത്, നിങ്ങൾ ഈ കേരളത്തിൽ രാഷ്ട്രീയ ജീർണതയുടെ ഏറ്റവും വലിയ പര്യായമായി മാറിയിരിക്കുന്നു. ഈ പാർട്ടി നേതൃത്വം കൊടുക്കുന്ന മുന്നണിയെ പ്രിയപ്പെട്ടവരെ എങ്ങനെ നിങ്ങൾ വിശ്വസിക്കും? സാമാന്യ സമൂഹത്തിന് ഈ പാർട്ടിയെയും ഈ മുന്നണിയെയും വിശ്വസിക്കാൻ സാധിക്കുമോ? ലീഗുകാർക്ക് പ്രയാസമൊന്നും ഉണ്ടാവില്ല. ലീഗിൽ നിന്നും അത്ര വലിയ ബുദ്ധിമുട്ടുള്ള കേസൊന്നുമില്ലല്ലോ. ലീഗ് ഇതെല്ലാം അലങ്കാരമായി കൊണ്ടു നടക്കുന്ന പാർട്ടിയാണല്ലോ. പക്ഷെ ഈ നാട്ടിലെ സാധാരണ ജനങ്ങൾ അങ്ങനെയൊന്നുമല്ല. എങ്ങനെയാണ് ഈ കോൺഗ്രസ് പാർട്ടിയിൽ പ്രവർത്തിക്കുന്ന മരുന്നുകളൊക്കെ രക്ഷപ്പെട്ടു പോകുന്നത് എന്നെനിക്കറിയില്ല. ഞാൻ സൂചിപ്പിച്ചത്, കേരളത്തിൽ UDF-ന്റെ രാഷ്ട്രീയം, കോൺഗ്രസിന്റെ രാഷ്ട്രീയം അങ്ങേയറ്റം വികൃതമാണ്, വികലമാണ്, ജീർണിച്ച രാഷ്ട്രീയമാണ്. കോൺഗ്രസിന്റെ ഈ ജീർണിച്ച രാഷ്ട്രീയമാണെങ്കിൽ CPM രാഷ്ട്രീയം എന്താണ്? CPM ഇപ്പോ 9.5 കൊല്ലക്കാലം കേരളത്തിലെ ഭരണം കൈയാളി ഖജനാവ് മുച്ചൂടും അവർ മുടിച്ചു. ഖജനാവിൽ 5 പൈസയില്ല. ഖജനാവ് എന്ന് പറഞ്ഞാൽ പൂച്ചയിൽപ്പെട്ട സ്ഥലം പോലെ അവിടെ ഒന്നുമില്ല. ഇപ്പോൾ 2016 പിണറായി വിജയന്റെ ഗവൺമെന്റ് അധികാരത്തിൽ വന്നപ്പോ നമ്മുടെ കേരളത്തിന്റെ കടബാധ്യത എന്നുള്ളത് 1.5 ലക്ഷം കോടിയായിരുന്നു. 9.5 വർഷം പിണറായി വിജയൻ കേരളം ഭരിച്ചപ്പോൾ ഇന്നിപ്പോ 2025-ൽ കേരളത്തിന്റെ കടബാധ്യത എന്ന് പറയുന്നത് 6 ലക്ഷം കോടിയാണ്. അതുകൊണ്ട് എല്ലായിടത്തും കടം വാങ്ങി ഖജനാവുകൾ ധൂർത്തടിച്ചു കുടിച്ചിട്ടുണ്ട്. എങ്ങനെയെല്ലാം ധൂർത്തടിക്കാൻ സാധിക്കുമോ അതെല്ലാം CPM ചെയ്തിട്ടുണ്ട്. ഇപ്പൊ CPM കണ്ടുവെക്കുന്നത് ഖജനാവിൽ 5 പൈസയില്ല. അതുകൊണ്ട് ഇപ്പൊ CPM കണ്ടുവെക്കുന്നത് നമ്മുടെ ക്ഷേത്രങ്ങളിലാണ്, അമ്പലങ്ങളിലാണ്. അവിടെ അത്യാവശ്യം സ്വത്തുണ്ട്, അത്യാവശ്യം സ്വർണ്ണമുണ്ട്. ഇപ്പൊ നമ്മുടെ CPM-ന്റെ സംസ്ഥാന സമ്മേളനം കഴിഞ്ഞപ്പോൾ അതിന്റെ സെക്രട്ടറി ഗോവിന്ദ മാഷ് ഒരു പത്രസമ്മേളനത്തിൽ പറഞ്ഞ് നമ്മളെല്ലാം കേട്ടിട്ടുണ്ട്. പാർട്ടി സമ്മേളനത്തിന് തീരുമാനമായിട്ട് ഗോവിന്ദ മാഷ് പറഞ്ഞു, ഞങ്ങൾ സഖാക്കന്മാരോടെല്ലാവരോടും ക്ഷേത്രങ്ങളുമായിട്ട് അടുത്തിടപെടാൻ പറഞ്ഞിരുന്ന, അമ്പലത്തിലേക്ക് പോകാൻ പറഞ്ഞിരുന്നു.
നമ്മളെന്താ വിശ്വസിച്ചത്? നമ്മൾ വിചാരിച്ചു സഖാക്കന്മാർക്കെല്ലാം ഈശ്വര ഭക്തിയെക്കുറിച്ച് കൂടിയിട്ടുണ്ട്, ദൈവത്തിനെ കാണാനാണ് പോകുന്നത്. ഇപ്പോഴാണ് മനസ്സിലാക്കുന്നത് ദൈവത്തെ കാണാനല്ല, ദൈവത്തെ അടിച്ചോണ്ട് പോകാനാണ് ഇവന്മാർ അമ്പലത്തിലേക്ക് പോയത് എന്ന് ഇപ്പോഴാണ് മനസ്സിലാക്കുന്നത്. ഞാൻ ചോദിക്കുന്ന ഒരു പാർട്ടി എങ്ങനെയാണോ അമ്പലം കൊള്ളയടിക്കുന്നത്? നമ്മുടെ നാട്ടിലെ ക്ഷേത്രം പണ്ട് കൊള്ളയടിച്ചത് ടിപ്പു സുൽത്താനാണ്. ഈ മലബാറിലെ ആയിരക്കണക്കിന് ക്ഷേത്രങ്ങൾ ടിപ്പു സുൽത്താന്റെ പടയോട്ടക്കാലത്ത് കൊള്ളയടിക്കപ്പെട്ടിട്ടുണ്ട്. ടിപ്പു സുൽത്താന് ശേഷം കേരളത്തിലെ ക്ഷേത്രങ്ങൾ കൊള്ളയടിക്കുന്നത് പിണറായി വിജയൻ. അതുകൊണ്ടാണ് ഇപ്പോൾ ആളുകൾ പിണറായി വിജയനെ ഇത് രണ്ടാം ടിപ്പു സുൽത്താനാണ് എന്ന് പിണറായി വിജയനെ കുറിച്ച് പറയുന്നത്. അതുകൊണ്ടാണ്. എങ്ങനെയാണ് രാഷ്ട്രീയ പാർട്ടിക്ക് ധൈര്യം ഉണ്ടാവുക? നിങ്ങൾ ഖജനാവ് കെട്ടുപിടിക്കുന്നത് നമുക്ക് മനസ്സിലാവും, ആളുകളെ പോക്കറ്റടിക്കുന്ന മനസ്സിലാക്കാം. പക്ഷെ ദൈവത്തിന്റെ മുതൽ എങ്ങനെയാണ് CPM നിങ്ങൾ കൊള്ളയടിക്കുക? അതൊരു അപാര ധൈര്യമല്ലേ? സാമാന്യ ധൈര്യമുള്ള ആർക്കും സാധിക്കും. പക്ഷെ അങ്ങനെ കൊള്ളയടിക്കാൻ നേതൃത്വം കൊടുക്കുന്ന പാർട്ടിയാണ് CPM. ശബരിമലയിലെ ആദ്യം നമ്മൾ അറിഞ്ഞത് അവിടുത്തെ ദ്വാരപാലക ശില്പത്തിലെ സ്വർണ്ണപ്പാളി അത് ഈ CPMകാരെ അടിച്ചുകൊണ്ടുപോയി മറിച്ചു വെച്ചു എന്നാണ്. ഹൈക്കോടതി അന്വേഷിച്ചപ്പോ അതുമാത്രമല്ല, അവിടുത്തെ വാതിൽപ്പടികൾ മോഷ്ടിക്കപ്പെട്ടിരിക്കുന്നു. ഇനി എന്തെല്ലാമാണ് അവിടെ മോഷ്ടിക്കപ്പെട്ടെന്ന് അറിയില്ല. കാരണം ഇതെല്ലാം കാണുന്ന സാധനങ്ങളാണ്. വാതിൽപ്പടി ആൾക്കാർക്ക് കാണാം, ദ്വാരപാലക ശില്പം കാണാം. ഈ കാണുന്ന മുതല് മോഷ്ടിക്കാൻ മടി കാണിക്കാത്ത ആൾക്കാർ കാണാത്ത എന്തെല്ലാം മുതലുണ്ട് അവിടെ. അവിടെ കൊടുക്കുന്ന കാണിക്കപ്പണം, ശബരിമലയിലേക്ക് പോകുന്ന അയ്യപ്പന്മാര് കയ്യിൽ കിട്ടിയതെല്ലാം അവിടെ വാരി എറിയുകയാണ്. സ്വർണമായിട്ടും വെള്ളിയായിട്ടും നാണയമായിട്ടും രൂപയായിട്ടും വസ്തുക്കളായിട്ടും ഒക്കെ ഉള്ള സമ്പാദ്യം മുഴുവൻ ശബരിമലയിലേക്ക് വാരി എറിഞ്ഞിട്ടാണ് ഭക്തന്മാർ പടിയിറങ്ങുന്നത്. ഓരോ വർഷവും കോടികളാണ് ശബരിമലയുടെ വരുമാനം. ഈ കഴിഞ്ഞ 15 ദിവസക്കാലത്തെ വരുമാനം മാത്രം 100 കോടിയാണ്. അപ്പൊ പ്രിയപ്പെട്ടവരെ, ഒരു കൊല്ലക്കാലം ശബരിമല വരുമാനം എന്തായിരിക്കും? ഈ വരുമാനം, ഈ പണം മുഴുവൻ ആരാ എണ്ണുന്നത്? ഈ ദേവസ്വം ബോർഡ് പ്രസിഡന്റ്, ഈ ഉദ്യോഗസ്ഥന്മാര്. അപ്പൊ അയ്യപ്പന്റെ ശ്രീകോവില്ല കട്ടിളപ്പണി അടിച്ചുകൊണ്ട് പോകുന്ന ഈ വീരന്മാര് ഈ കാണിക്കപ്പണം എട്ടുമോ, എത്ര എണ്ണമോ, എത്ര വാരല് അവരുടെ പോക്കറ്റിലേക്ക് വാരിയിടാം. ഓരോ പ്രാവശ്യം ഒന്നുമോ കൈ കിട്ടാവുന്നൊക്കെ വാരി പോക്കറ്റിലിടില്ലേ? നിങ്ങൾ ഈ ക്ഷേത്രം കൊള്ളയടിക്കുകയല്ലേ? ആരാ കൊള്ളയടിക്കുന്നത്? ഉദ്യോഗസ്ഥന്മാർ മാത്രമല്ലല്ലോ, CPMന്റെ പ്രമുഖരായിട്ടുള്ള നേതാക്കന്മാർ. 2 ദേവസ്വം ബോർഡ് പ്രസിഡന്റുമാർ ജയിലില്ല. എന്തിന്? കള്ളനെ കാവലേൽപ്പിച്ചതുപോലെ ദേവസ്വം ബോർഡ് പ്രസിഡന്റുമാർ അയ്യപ്പന്റെ മുതല് കെട്ടതിന്റെ പേരിൽ, ക്ഷേത്രം കൊള്ളയടിച്ചതിന്റെ പേരിൽ, അതിന്റെ പേരിലാണ് 2 ദേവസ്വം ബോർഡ് പ്രസിഡന്റുമാർ ജയിലിൽ. ആ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ചില്ലറക്കാരല്ല, 2 പേരും അറിയപ്പെടുന്ന CPM നേതാക്കന്മാർ. ഒരാൾ N. വാസു. ആരാ വാസു? N. വാസു 10 കൊല്ലക്കാലം കൊല്ലം ജില്ലയില് ഒരു ഗ്രാമപഞ്ചായത്തിലെ LDFന്റെ പ്രസിഡന്റായിരുന്നു. അത് കഴിഞ്ഞ് പിന്നീട് അച്യുതാനന്ദന്റെ ഗവൺമെന്റ് വന്നപ്പോൾ അദ്ദേഹം PK ഗുരുദാസൻ എന്ന CPM മന്ത്രിയുടെ പ്രൈവറ്റ് സെക്രട്ടറിയായി. അത് കഴിഞ്ഞ് നിയമവിരുദ്ധമായി പിണറായി വിജയൻ വന്നപ്പോൾ പിണറായി വിജയൻ അയാളെ ദേവസ്വം കമ്മീഷനാക്കി, അവിടുന്ന് ദേവസ്വം ബോർഡ് മെമ്പറാക്കി, പിന്നെ പ്രസിഡന്റാക്കി. ഇതെല്ലാം പിണറായി വിജയൻ സ്വന്തം ഇഷ്ടപ്രകാരം ചെയ്യുകയാണ്. ഈ ദേവസ്വം പ്രസിഡന്റ് N. വാസു എപ്പോഴും പറയാറുണ്ട്, എനിക്ക് ആഗ്രഹമുണ്ടായിട്ടില്ല, എന്നോട് പിണറായി പറഞ്ഞു, ഞാൻ ചെയ്തു. അപ്പൊ പിണറായി വിജയന്റെ മനസ്സാക്ഷി സൂക്ഷിപ്പുകാരനാണ്. അയാളാണ് ഇപ്പൊ ജയിലിൽ കിടക്കുന്ന ഒരാൾ. രണ്ടാമത്തെ ആൾ പത്മകുമാർ. 10 കൊല്ലക്കാലം കോന്നിയിലെ MLA ആയിരുന്നു അയാൾ. CPMന്റെ ജില്ലാ സെക്രട്ടറി മെമ്പറാണ്. DYFയുടെ സംസ്ഥാന വൈസ് പ്രസിഡന്റ് ആയിരുന്നു. പത്തനംതിട്ട ജില്ലയിലെ പ്രമുഖനായ CPM നേതാവാണ്. അദ്ദേഹമാണ് ഈ സ്വർണ്ണപ്പാളി മോഷ്ടിച്ച കേസിൽ, വാതിൽപ്പടി മോഷ്ടിച്ച കേസിൽ ഇപ്പോ ജയിലിൽ കിടക്കുന്നത്. 2 പ്രമുഖരായ CPM നേതാക്കന്മാർ, പിണറായി വിജയന്റെ മനസ്സാക്ഷി സൂക്ഷിപ്പുകാർ. അപ്പൊ ഇവര് പത്മകുമാറും വാസുവൊക്കെ സ്വർണം കക്കുന്നത് പിണറായി വിജയൻ അറിയില്ല എന്നാണ് നമ്മൾ അറിയേണ്ടത്. എന്ത് ചോദിച്ചാലും എനക്കറിയില്ല എന്നാ പിണറായി വിജയൻ പറയുന്നത്. ഇത് നിനക്കറിയില്ല എന്നാണോ? നിങ്ങൾ അറിയാതെയാണോ? നിങ്ങളുടെ വിശ്വസ്തരായിട്ടുള്ള 2 പേർ CPMന്റെ പ്രമുഖരായിട്ടുള്ള നേതാക്കന്മാർ, അവർ അയ്യപ്പന്റെ സ്വർണം കത്തുമ്പോ അത് സ്വന്തം ഇഷ്ടപ്രകാരമാണ് എന്ന് വിശ്വസിക്കണമോ നമ്മൾ? എന്താ ഞാൻ സൂചിപ്പിച്ചത്? ഇത് CPM നേതൃത്വത്തിന് അറിവുകൂടാ. അതുകൊണ്ടാണ് അത് അന്വേഷണം മുമ്പോട്ട് കൊണ്ടുപോകാൻ പേടി. പത്മകുമാറിന്റെ മൊഴി പറഞ്ഞു, ഈ ഉണ്ണികൃഷ്ണൻ പോറ്റി എന്ന് പറയുന്ന സാധനമുണ്ടല്ലോ, ആ ഉണ്ണികൃഷ്ണൻ പോറ്റിയെ എനിക്ക് പരിചയപ്പെടുത്തി തന്നത് കടകംപള്ളി സുരേന്ദ്രനാണ് എന്ന് പത്മകുമാർ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ കടകംപള്ളിയെ പിടിക്കണ്ടേ? കടകംപള്ളിയെ ചോദ്യം ചെയ്യണ്ടേ?
കടകംപള്ളിയെ ചോദ്യം ചെയ്താൽ കടകംപള്ളി പറയുന്നേ ഞാനല്ല, ഇതിന്റെ ആൾ പിണറായിയാണെന്ന് പറയുന്നേ, അതുകൊണ്ട് കടകംപള്ളിയെ തൽക്കാലം ചോദ്യം ചെയ്യേണ്ടതില്ല എന്ന് പറയുന്നു. എത്ര നാൾ നിങ്ങൾ രക്ഷപ്പെടും? എത്ര നാൾ രക്ഷപ്പെടും? ഇതെല്ലാം മുഖ്യമന്ത്രിയുടെ അറിവോടുകൂടിയാണ്. മുഖ്യമന്ത്രിക്ക് പിന്നെ പണ്ടേ സ്വർണത്തോട് താല്പര്യമാണ്. സ്വർണം ഇവിടെ കണ്ടാൽ മൂപ്പർ അടിച്ചു മാറ്റും. ഇത് ബിരിയാണി ചെമ്പിനും അടിച്ചു മാറ്റുന്ന പേരിലാണ് പിണറായി. അതുകൊണ്ട് സ്വർണത്തോട് പ്രത്യേക താല്പര്യം അദ്ദേഹത്തിനുണ്ട്. ആ താല്പര്യമാണ് ഇവിടെ. പക്ഷെ നിങ്ങൾ അയ്യപ്പന്റെ മുതൽ കക്കാൻ പാടില്ലായിരുന്നു. പക്ഷെ ഇതെല്ലാം ഒരു ദൈവനിശ്ചയമാണ്. ഞാൻ അങ്ങനെയാണ് അതിനെ കാണുന്നത്. അയ്യപ്പന് ശക്തിയുണ്ട് എന്ന് ഇപ്പോഴാണ് ആളുകൾക്ക് മനസ്സിലാവുന്നത്. നമുക്ക് നേരത്തെ അറിയാം, CPM-കാർക്ക് അറിയില്ലായിരുന്നു. കാരണം ഈ ജയിലിൽ പോകുന്നവരാരാ? നിങ്ങൾക്ക് ഓർമ്മയില്ലേ, 2018 സുപ്രീം കോടതി വിധി വന്ന സമയത്ത് ആ ശബരിമലയിലേക്ക് യുവതികളെ കയറ്റാൻ വ്രതം നടന്ന ആളുകളാണ് ഇവരെല്ലാവരും. നമ്മളാണെന്ന് ചെറുതു തോൽപ്പിച്ചത്. അന്ന് ഈ കോൺഗ്രസ് മാസിസ്റ്റുകാരെല്ലാം ഒന്നായിരുന്നു. നമ്മൾ തെരുവിൽ കിടന്ന് അടികിട്ടുമ്പോ കേസിൽ കൊടുക്കുമ്പോ ഈ CPM-കാരും കോൺഗ്രസുകാരും ഒരുമിച്ച് നമ്മളെ കളിയാക്കിയതാണ്. ആ കാലഘട്ടത്തിൽ ഈ 2 യുവതികളെ വാടകക്കെടുത്ത് പുലർച്ചെ 2:30 മണിക്ക് പോലീസ് കമ്പനിയോടുകൂടി സന്നിധാനത്ത് കയറ്റി അവരെ തൊഴിപ്പിച്ചപ്പോ ഇതാ ശബരിമലയിലെ എല്ലാ ആചാരങ്ങളും തകർന്നു. സ്ത്രീകൾ കയറി, യുവതികൾ കയറി, അയ്യപ്പന്റെ ബ്രഹ്മചര്യം തകർന്നുപോയി. ഇനി മാളികപ്പുറത്തമ്മയെ കല്യാണം കഴിച്ചോട്ടെ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഈ രാജ്യത്തിലെ കോടിക്കണക്കിന് അയ്യപ്പ വിശ്വാസികളുടെ മുഖത്തേക്ക് കാർക്കിച്ചു തുപ്പി അവരെ പരിഹസിച്ച, അതിനെ എതിർക്കാൻ നിന്ന ലക്ഷക്കണക്കിന് അയ്യപ്പ ഭക്തന്മാരെ തെരുവിലിട്ട് പട്ടിയെ പോലെ തല്ലിച്ചകച്ച ആളുകളാണ് ഇവരെല്ലാവരും. അവരെല്ലാവരുമാണിപ്പോ ഒന്നിനു പിറകെ ഒന്നായി ക്യൂ നിന്ന് ജയിലിലേക്ക് പോകുന്നു. അതാ ഞാൻ പറഞ്ഞ അയ്യപ്പന്റെ ശക്തി അപാരമാണ്, അപാരമായ ശക്തിയാണ്. ഈ മുരാരി ബാബുവും മരാരി ബാബുവും ഒക്കെ അന്ന് ഇതിന് കൂട്ടുന്നവരാണ്. ഇപ്പൊ ഏറ്റവും ഒടുവിൽ അന്ന് ഇതിനെല്ലാം നേതൃത്വം നൽകിയ വാസു ജയിലിൽ പോയി. വാസുവിന്റെ പിറകെ പത്മകുമാർ പോയി. ഇനി പത്മകുമാറിന്റെ പിറകെ കടകംപള്ളി പോവും. കടകംപള്ളിക്ക് പിറകെ വാസവ മന്ത്രി പോവും. അവസാനം സാക്ഷാൽ പിണറായി വിജയനും കൽത്തുരുങ്കിലക്കപ്പെടുമെന്ന കാര്യത്തിൽ തർക്കമില്ല. അയ്യപ്പനോട് കളിച്ചാൽ ആ കളിക്ക് നിങ്ങൾ വലിയ ശിക്ഷ കൊടുക്കേണ്ടി വരും. ഇത് അനുഭവമാണ്. അതുകൊണ്ട് ദൈവത്തിന്റെ മുതൽ മോഷ്ടിക്കുന്നവരാണ്. ഏറ്റവും നിൽക്കട്ടെ, ഇവരെങ്ങനെയാണ് നിങ്ങൾ വിശ്വസിക്കുക? ഈ ദൈവത്തിന്റെ മുതൽ മോഷ്ടിക്കുന്ന ആളുകളെ ഒരു പഞ്ചായത്ത് ഏൽപ്പിക്കാൻ പറ്റും? അയ്യപ്പന്റെ സ്വർണം മോഷ്ടിക്കാൻ ധൈര്യമുള്ളവർ പഞ്ചായത്ത് ഓഫീസ് അപ്പാട് തൂക്കി വിറ്റിരിക്കുക. അതുകൊണ്ടാണ് ഞങ്ങൾ ചോദിക്കുന്നത്, ഇവരെങ്ങനെ വിശ്വസിക്കും? ഇതിപ്പോ ശബരിമലയിൽ മാത്രമല്ല, കേരളത്തിലെ എല്ലാ ക്ഷേത്രങ്ങളിലും ഇത് നടക്കുകയാണ്. ഇന്നലെയാണ് സുപ്രീം കോടതി ഒരു കാര്യം പറഞ്ഞത്. ക്ഷേത്രത്തിന്റെ സ്വത്ത് CPM-ന്റെ ബാങ്കുകൾ സംരക്ഷിക്കാനുള്ളതല്ല. എന്താ പറയാൻ കാരണം? നമ്മുടെ നാട്ടിലെ ക്ഷേത്രങ്ങളുടെ പണം നാഷണലിസ്റ്റ് ബാങ്കിലെ നിക്ഷേപിക്കാൻ പാടുള്ളൂ. പക്ഷെ CPM അവിടെ നിക്ഷേപിച്ചിട്ടുള്ളത് ഗുരുവായൂർ ക്ഷേത്രത്തിലെ 200 കോടി അവർ നിക്ഷേപിച്ചത് കേരള ബാങ്കിലാണ്. എന്താ ഈ കേരള ബാങ്ക്? കേരള ബാങ്ക് എന്ന് പറഞ്ഞാൽ കരുവന്നൂർ ബാങ്കിന്റെ ഏട്ടനാണ് കേരള ബാങ്ക്. ആ കേരള ബാങ്ക് CPM-ന്റെ ബാങ്കാണ്. ആ ബാങ്കിലാണ് ഗുരുവായൂർ ക്ഷേത്രത്തിന്റെ 200 കോടി നിക്ഷേപിച്ചത്. അതാ സുപ്രീം കോടതി ചോദിച്ചത്, ആരധികാരം തന്നു നിങ്ങൾക്ക്? CPM-ന്റെ ബാങ്ക് സംരക്ഷിക്കേണ്ട ബാധ്യതയാണോ ഈ നാട്ടിലെ വിശ്വാസികളുടെ പണം? വയനാട് ജില്ലയിലെ തിരുനെല്ലിയില് അവിടുത്തെ പണം അവിടുത്തെ ഒരു കോപ്പറേറ്റീവ് ബാങ്കിലായിട്ടിരിക്കുന്നു. 15 കോടി. എക്സിക്യൂട്ടീവ് ഓഫീസർ പറഞ്ഞു നിയമമില്ല, ഇടാൻ പാടില്ല. അവിടുത്തെ ബാങ്കിന്റെ പ്രസിഡന്റ് ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി അയാളെ ഭീഷണിപ്പെടുത്തി, മര്യാദ കിട്ടോ ഇട്ടില്ലെങ്കിൽ 4 നട്ടുകാലം നടക്കില്ല എന്ന് പറഞ്ഞു. അവസാനം ജീവന പേടിയുള്ളത് കൊണ്ട് ആ എക്സിക്യൂട്ടീവ് ഓഫീസർ പണം കൊണ്ടുപോയി നിക്ഷേപിച്ചു 15 കോടി. കുറച്ചു കാലം കഴിഞ്ഞ് അമ്പലത്തിന്റെ അറ്റകുറ്റപ്പണി നടത്താൻ വേണ്ടി പണം തിരിച്ചു ചോദിച്ചപ്പോ ബാങ്ക് പ്രസിഡന്റ് കൈമലർത്തു, നീ നിന്റെ കോലം പോലെ മേടിച്ചു. അവർ കോടതിയിൽ പോയി. ആ കോടതിയെ വിധിയാ ഇന്നലെ വന്നിട്ടുള്ളത്. പൈസ തിരിച്ചു കൊടുക്കുന്നില്ല. ഞാൻ CPM-ന് സ്റ്റേറ്റിനോട് ചോദിക്കട്ടെ, നിങ്ങൾക്ക് എങ്ങനെയാണ് ക്ഷേത്രത്തിന്റെ പണം നിങ്ങളുടെ ഈ സ്വകാര്യ ആവശ്യങ്ങൾ ഉപയോഗിക്കാനാണ്? ഓരോ ക്ഷേത്രവും കൊള്ളയടിക്കുക. ഗുരുവായൂർ ക്ഷേത്രത്തിൽ മാത്രമല്ല, എന്തെല്ലാം കൊള്ളയാണ്, എന്തെല്ലാം വാർത്തകളാണ് ഈ CPM-ന്റെ ഭരണസമിതിയിൽ. ഇപ്പോൾ ഓഡിറ്റർ വന്ന് ഓഡിറ്റ് ചെയ്തപ്പോൾ ഓഡിറ്റർ പല ചോദ്യത്തിനും ഉത്തരവില്ല. അവിടെ കഴിഞ്ഞ 6 മാസമായിട്ട് 35 ആനകൾ ചെരിഞ്ഞു പോയി. ഈ 6 മാസം കൊണ്ട് 35 ആനകൾ ഇങ്ങനെ വരിവരിയായി ചെരിയുന്നത് എന്താണെന്ന് മനസ്സിലാകുന്നില്ല. അതിന്റെ കാരണം ചോദിച്ചു. കാരണം ആർക്കും പറയാനില്ല. പക്ഷേ വേറൊരു കാര്യം ഓഡിറ്റർ ചോദിച്ചു. 35 ആനയും കൊമ്പനാനയാണ്, ഒരു പിടിയാനയില്ല. അപ്പോൾ ഒരു ആനക്ക് 2 കൊമ്പ് പറ്റി.
അപ്പൊ 35 ആന ചെരിഞ്ഞാൽ 70 കൊമ്പ് വേണ്ട. ആന കൊമ്പോടുകൂടി ആനയെ ആരും സംസ്കരിക്കില്ലല്ലോ, കൊമ്പ് മാറ്റിയിട്ടല്ലേ സംസ്കരിക്കുക. അപ്പൊ ഓടിച്ചു ചോദിച്ചു, ഈ കൊമ്പ് ഇവിടെ? ഉത്തരവില്ല. ആര് സൂക്ഷിക്കുന്നു? ഉത്തരവില്ല. കൊമ്പ് എന്ന് എഴുതാൻ 2 അക്ഷരം വേണ്ടു, പക്ഷെ വില 2 കോടിയാണ്. ഈ ആനക്കൊമ്പുകൾ എവിടെ പോയി? CPM ആണ് ദേവസ്വം നിയന്ത്രിക്കുന്നത്. ഗുരുവായൂർ ദേവസ്വത്തിന്റെ നിയന്ത്രണം CPM-ന്റെ കയ്യിലല്ലേ? ഈ നാട്ടിലെ പാവപ്പെട്ട വിശ്വാസികളായ ഭക്തന്മാരായിട്ടുള്ള ആളുടെ പണം ഇങ്ങനെ ഓരോ ക്ഷേത്രത്തിലും CPM കൊള്ളയടിക്കുകയാണ്. ഈ കൊള്ളക്കാരെ ഈ കേരളത്തിന്റെ പഞ്ചായത്തുകളും മുനിസിപ്പാലിറ്റിയും ഏൽപ്പിക്കണോ? അതുകൊണ്ടാണ് പ്രിയപ്പെട്ടവരെ ഞാൻ ചോദിച്ചത്, UDF-ഉം LDF-ഉം ഒന്ന് കൊള്ളക്കാരാണ്, ആ കൊള്ളക്ക് കൂട്ടുനിൽക്കുന്നവരാണ്. ഇവർക്ക് ജനങ്ങളോട് മറ്റൊരു കാര്യവും പറയാനില്ല. കഴിഞ്ഞ 9.5 കൊല്ലക്കാലത്തെ നരേന്ദ്രമോദി ഈ പിണറായി വിജയന്റെ ഗവൺമെന്റിനെയും 11 കൊല്ലക്കാലത്തെ നരേന്ദ്രമോദി സർക്കാരിനെയും നിങ്ങളൊന്ന് വിലയിരുത്തി നോക്ക്. ഒരു ഭാഗത്ത് ഈ രാജ്യം പുരോഗതിയിലേക്ക് നീങ്ങുന്നു, മറുഭാഗത്തോ ഈ കേരളം ഓരോ ദിവസവും അധോഗതിയിലേക്ക് പോവുകയാണ്. കേരളം ഇങ്ങനെയെങ്കിലും നിലനിൽക്കുന്നത് ആര് കാരണമാണ്? ഇങ്ങനെയെങ്കിലും കേരളം മുമ്പോട്ട് പോകുന്നത് നരേന്ദ്രമോദി ഗവൺമെന്റ് സഹായമുള്ളത് കൊണ്ടാണ്. ഇപ്പോ CPM-കാര് എല്ലാ വീട്ടിലും ഒരു ലഘുലേഖ കൊണ്ടുതരുന്നുണ്ടല്ലോ. ആ ലഘുലേഖ CPM പറയുന്നത് കേരളത്തിൽ അതിദാരിദ്ര്യം ഞങ്ങൾ ഇല്ലാതാക്കിയെന്നാണ്. അതാണല്ലോ ലഘുലേഖ. നിങ്ങളെ വീട്ടിലെ കൊണ്ടു തന്നിട്ടുണ്ടാവും, ഒന്ന് വായിച്ചു നോക്കിയാൽ മതി. അതിദാരിദ്ര്യം ഞങ്ങൾ ഇല്ലാതാക്കി. എങ്ങനെ ഇല്ലാതാക്കി? എങ്ങനെ ഇല്ലാതാക്കിയത്? കേരളത്തിൽ പട്ടിണി കിടക്കുന്നവരാരുമില്ലേ? കഴിഞ്ഞ സെപ്റ്റംബർ മാസം 30-ാം തീയതി ഷൊർണൂർ MLA നിയമസഭയിൽ ഒരു ചോദ്യം ചോദിച്ചു. ആ ചോദ്യം കേരളത്തിൽ അതിദാരിദ്ര്യം അനുഭവിക്കുന്നവർ എത്ര പേരുണ്ടെന്നാണ്. ഭക്ഷ്യസിവിൽ സപ്ലൈസിന്റെ ചുമതലയുള്ള മന്ത്രി GR അനിൽ ഇതിന് മറുപടി കൊടുത്തു. കേരളത്തിൽ 6 ലക്ഷത്തോളം വരുന്ന അതിദാരിദ്ര്യം അനുഭവിക്കുന്നവരുണ്ട്. ഇതെപ്പോഴാ പറഞ്ഞത്? സെപ്റ്റംബർ 30. ഒക്ടോബർ മാസം കഴിഞ്ഞ് നവംബർ 1-ാം തീയതി ആകുമ്പോൾ പിണറായി വിജയൻ പറയുന്നു കേരളത്തിൽ അതിദാരിദ്ര്യം അനുഭവിക്കുന്ന ആരുമില്ല, എല്ലാം ദാരിദ്ര്യ വിമുക്തരായി. ഞാൻ CPM ചോദിക്കുന്നത് അതെന്ത് ഇന്ദ്രജാലമാണ്, അതെന്ത് മാജിക്കാണ്? ഈ 1 മാസം കൊണ്ട് ഇങ്ങനെ 6 ലക്ഷം ആളുകളുടെ ദാരിദ്ര്യം എങ്ങനെ നിങ്ങൾ മാറ്റി മക്കളെ? അതൊന്ന് പറയാൻ, അതിന്റെ സീക്രട്ട് എന്ന് പറയാം. ഒന്നുകിൽ 1 മാസം കൊണ്ട് ഈ 6 ലക്ഷം ആളുകൾ മരിച്ചു പോകണം, എന്നാൽ പിന്നെ അതിദാരിദ്ര്യം ഇല്ലാതായി. അതല്ലെങ്കിൽ പിണറായി വിജയന്റെ പേര് പിണറായി വിജയൻ എന്നാകരുത്, മജീഷ്യൻ മുതുകാടെന്നാവണം. അങ്ങനെയാണ് അയാൾക്ക് ഒരു വടിയുണ്ടെങ്കിൽ ഇതെല്ലാം സാധിക്കും. എന്ത് മാജിക്കാണ്! ആളുകളോട് പറയുന്നൊരു മര്യാദ വേണ്ട. ഒരു തള്ളലെന്ന് പറഞ്ഞാൽ ഒരു സാമാന്യമായിട്ട് തള്ളണ്ടേ? നിങ്ങൾ ഈ കേരളത്തിലെ ജനങ്ങളുടെ പട്ടിണി മാറ്റാൻ CPM എന്താ ചെയ്തിട്ടുള്ളത്? ഞാൻ ചോദിക്കട്ടെ CPM-നോട്, കഴിഞ്ഞ 9.5 കൊല്ലക്കാലം 1 കിലോ അരി നിങ്ങൾ വെറുതെ കൊടുത്തിരുന്നു ഈ കേരളത്തിൽ? പറ. ഈ കേരളത്തിലെ പാവപ്പെട്ടവനെയും സാധാരണക്കാരനെയും പട്ടിണി മാറ്റാൻ വേണ്ടി ഇതാ ഞങ്ങൾ ഇന്ന കാര്യം ചെയ്തു എന്ന് പറയാൻ സാധിക്കുന്നു. കേരളത്തിൽ പട്ടിണി കുറഞ്ഞിട്ടുണ്ട് എന്നുള്ളത് സത്യമാണ്. പഴയതുപോലെ ഇപ്പൊ ദാരിദ്ര്യവും ഇല്ല, അതും സത്യമാണ്. അതെങ്ങനെയുണ്ടായി? കേരളത്തിൽ പട്ടിണി കുറഞ്ഞിട്ടുണ്ടെങ്കിൽ, ദാരിദ്ര്യം അനുഭവിക്കുന്നവരുടെ എണ്ണം കുറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ കേരളം ആദ്യമായിട്ടും അവസാനമായിട്ടും അതിന് നന്ദി പറയേണ്ടത് ശ്രീ നരേന്ദ്രമോദിയാണ്, ഈ രാജ്യം ഭരിക്കുന്ന ഗവൺമെന്റുകളാണ്. ആ സർക്കാരാണ് ഈ കേരളത്തിലെ പാവപ്പെട്ടവർക്ക് ഭക്ഷണം കൊടുത്തത്. കഴിഞ്ഞ 6 കൊല്ലമായി 2019 മുതൽ 2025 വരെയുള്ള ഈ 6 കൊല്ലമായി കേരളത്തിലെ 1,54,00,000 ആളുകൾക്ക് സൗജന്യമായി ആഹാരം കൊടുക്കുന്ന ഗവൺമെന്റ് പേര് സഖാവേ പിണറായി ഗവൺമെന്റ് എന്നല്ല, ആ ഗവൺമെന്റ് പേര് നരേന്ദ്രമോദി ഗവൺമെന്റ് ആണ് എന്ന യാഥാർത്ഥ്യം ഉൾക്കൊള്ളാൻ നിങ്ങൾക്ക് സാധിക്കണം. നിങ്ങൾ എന്ത് പിണ്ണാക്കാണ് ചെയ്തിട്ടുള്ളത്? നിങ്ങൾ ആർക്കാ കൊടുത്തിട്ടുള്ളത്? നിങ്ങൾ ഒരു സഹായവും ഈ നാട്ടിലെ പാവപ്പെട്ടവർ കൊടുത്തിട്ടില്ല. നിങ്ങൾ ആളുകൾക്ക് കയറി കിടക്കാൻ കടപ്പാടം ഉണ്ടാക്കി കൊടുത്തോ? വലിയ വായിൽ വർത്തമാനം പറയുന്നുണ്ടല്ലോ നിങ്ങൾ, ഞങ്ങളാണ് വീടുണ്ടാക്കി കൊടുത്തത് എന്ന്. ഈ രാജ്യത്ത് കയറി കിടക്കാൻ കടപ്പാടമില്ലാത്തവർക്ക് വീടുണ്ടാക്കി കൊടുത്ത ഗവൺമെന്റ് നരേന്ദ്രമോദി ഗവൺമെന്റ്. 2015 ശ്രീ നരേന്ദ്രമോദിയാണ് പറഞ്ഞത് രാജ്യത്ത് ഒരു കൂരയുണ്ടാവണം എല്ലാവർക്കും. രാത്രിയായാൽ ആരെയും ഭയപ്പെടാതെ കിടന്നുറങ്ങാൻ ചെറുതെങ്കിലും ഒരു കൂരയുണ്ടാകണം. അങ്ങനെ കൂരയുണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് നരേന്ദ്രമോദി ഗവൺമെന്റ് 2015 പ്രധാനമന്ത്രി ആവാസ് യോജന എന്ന പദ്ധതി ആവിഷ്കരിച്ചത്. 11 കൊല്ലമായി ഈ രാജ്യത്ത് 4.25 കോടി ആളുകൾക്ക് കേന്ദ്ര ഗവൺമെന്റ് വീടുണ്ടാക്കി കൊടുത്തു.
അതിനെക്കുറിച്ച് കേരളത്തിന് കിട്ടി. അത് കിട്ടിയപ്പോ അത് ഞങ്ങളാണ്, അതിന്റെ ആള് ഞാനാണ്. ഇതാണ് CPM-കാര് വീട്ടിൽ വന്ന് വോട്ട് പിടിക്കുമ്പോ ഞങ്ങൾ ലൈഫ് പദ്ധതി പ്രകാരം വീടുണ്ടാക്കി കൊടുത്തു എന്ന് പറയുമ്പോ ഒരു മിനിറ്റ് അയാളോട് ഇരിക്കാൻ പറഞ്ഞു. എന്നിട്ട് നിങ്ങൾ അയാളോട് ചോദിക്കണം, ആയിക്കോട്ടെ നിങ്ങൾ എത്ര പൈസ കൊടുത്തു? ലൈഫ് പദ്ധതിയിൽ നിങ്ങളുടെ വിഹിതം എന്താ? ലൈഫ് പദ്ധതി പ്രകാരം വീടുണ്ടാക്കാൻ 4 ലക്ഷം രൂപയല്ലേ കിട്ടുന്നത്, അല്ലേ? ആ 4 ലക്ഷത്തിൽ പിണറായി വിജയന്റെ സംഭാവന എന്താ? 4 ലക്ഷം രൂപയിൽ 2.5 ലക്ഷം രൂപയും കൊടുക്കുന്നത് നരേന്ദ്രമോദി ഗവൺമെന്റ്. ബാക്കി എത്രയുണ്ട്? 1.5. ആ 1.5-ൽ 75 കൊടുക്കണം, തദ്ദേശ ഭരണ സ്ഥാപനങ്ങൾ കൊടുക്കണം. അത് എവിടെ നിന്ന് എടുത്ത് കൊടുക്കും? തദ്ദേശ ഭരണ സ്ഥാപനങ്ങൾക്ക് കൊടുക്കാൻ കിട്ടുന്ന പണം കേന്ദ്രം കൊടുക്കുന്ന പണമാണ്. കേന്ദ്ര ധനകാര്യ കമ്മീഷന്റെ ശുപാർശ അനുസരിച്ചുള്ള കേന്ദ്ര ഗ്രാന്റ് ഉണ്ട് പഞ്ചായത്തുകൾക്കും മുനിസിപ്പാലിറ്റികൾക്കും. ആ ഗ്രാന്റിൽ നിന്നുമാണ് അവർ പണം കൊടുക്കേണ്ടത്. അപ്പൊ അങ്ങനെയാകുമ്പോ 2.5-ഉം 75-ഉം 3.25. ബാക്കി 75 രൂപയാണ്, 75,000 രൂപയാണ് ഈ പിണറായി വിജയൻ 75,000 രൂപ. എന്നിട്ടാണ് ഉളുപ്പും മടിയും കൂടാണ് ഞങ്ങളാണ് വീടുണ്ടാക്കി കൊടുക്കുന്നത്. നിങ്ങൾ ഈ കേരളത്തിന് വേണ്ടി ഒന്നും ചെയ്തിട്ടില്ലല്ലോ. വലിയ വായിൽ വർത്തമാനം പറയാന്നല്ലാതെ മലയാളികൾക്ക് വേണ്ടി, കേരളത്തിന് വേണ്ടി നിങ്ങൾ എന്താ ചെയ്തിട്ടുള്ളത്? കേന്ദ്രം കൊടുക്കുന്ന പണം നിങ്ങൾ കൈനീട്ടി മേടിക്കും, പക്ഷെ ചെലവാക്കില്ല. നമ്മുടെ ആശുപത്രികളുടെ സ്ഥിതി നോക്കൂ നിങ്ങൾ. ആരോഗ്യരംഗത്ത് നമ്മൾ 1-ാം നമ്പറാണെന്നല്ല പറയാം, എല്ലാറ്റിനും 1-ാം നമ്പറാണ്. ഒന്നിന്റെ അപ്പുറത്തേക്കുള്ള നമ്പർ ഇവർക്ക് അറിയില്ല. അതുകൊണ്ട് എല്ലാം 1-ാം നമ്പർ, 1-ാം നമ്പർ, 1-ാം നമ്പർ. ആ 1-ാം നമ്പർ ആരോഗ്യത്തിന്റെ സ്ഥിതി എന്താണ്? ആശുപത്രിയിൽ പോകാൻ, സർക്കാർ ആശുപത്രിയിൽ പോകാൻ ആൾക്കാർക്ക് പേടിയാണ്. ഒരു രോഗമായിട്ട് സർക്കാർ ആശുപത്രിയിൽ പോയാൽ ഒരു 25 രോഗമായിട്ട് തിരിച്ചു വരും. വലത്തെ മുട്ടിന്റെ ശസ്ത്രക്രിയക്ക് ആശുപത്രിയിൽ പോയാൽ അവർ ഇടത്തെ മുട്ടിന്റെ ശസ്ത്രക്രിയ തിരിച്ചു കൊണ്ടുവരും. ഇടത്തെ കൈ ഒടിഞ്ഞാൽ വലത്തെ കൈക്ക് പ്ലാസ്റ്റർ ഇടും. സർക്കാർ ആശുപത്രിയിൽ പ്രസവിക്കാൻ പോകാൻ ഇപ്പോൾ സ്ത്രീകൾക്ക് പേടിയാ. പ്രസവിക്കാൻ പോയാൽ കുഞ്ഞ് പുറത്തു വരും, കത്രിക അകത്തു വരും. ഇതല്ലേ കേരളത്തിലെ സർക്കാർ ആശുപത്രി? ആ സർക്കാർ ആശുപത്രി വെച്ചിട്ടാണ് ഞങ്ങൾ നമ്പർ 1 ആണെന്ന് പറയുന്നത്. ഒരു ഭാഗത്ത് കെട്ടിടം ഇടിഞ്ഞു പൊളിഞ്ഞു വീഴുന്നു. തിരുവനന്തപുരത്ത് മെഡിക്കൽ കോളേജിൽ എത്ര പേരാ മരിച്ചത്? കൊല്ലത്ത് ഒരാൾ നെഞ്ചുവേദനയുമായിട്ട് ജില്ലാ ആശുപത്രിയിൽ റെഫർ ചെയ്തു മെഡിക്കൽ കോളേജിലേക്ക്. നെഞ്ചുവേദനയുമായിട്ട് റെഫർ ചെയ്ത് മെഡിക്കൽ കോളേജിൽ എത്തിയാൽ ആദ്യം എന്ത് ചെയ്യണം? ഒരു ആൻജിയോഗ്രാം എടുക്കണ്ടേ? അതല്ലേ ഒരു സാമാന്യ മര്യാദ. 6 ദിവസം അയാൾ അവിടെ കിടത്തു, ഒരു പരിശോധനയില്ല. 7-ാമത്തെ ദിവസം അയാൾ വാട്സപ്പിൽ ഒരു ഓഡിയോ മെസ്സേജ് അയച്ചു കൊടുത്തിട്ട് അയാൾ പറഞ്ഞു, ഞാനിതാ പോവാ. അയാൾ മരിച്ചു. ഇതാണ് നിങ്ങളുടെ ആശുപത്രി. ഞാൻ പറഞ്ഞതല്ല, ഈ കേരളത്തിലെ ആരോഗ്യ മേഖല മെച്ചപ്പെടുത്താൻ വേണ്ടി എത്ര കോടികളാണ് കേന്ദ്ര ഗവൺമെന്റ് കൊടുക്കുന്നത്. 2022-23-ലും 2023-24-ലും ഈ കേരളത്തിന് 2120 കോടിയാണ് NRHMന്റെ ഭാഗമായി ഈ കേരളത്തിന് കേന്ദ്ര ഗവൺമെന്റ് കൊടുത്തത്. ആ പൈസ ഉമിനീര് കൂട്ടി എണ്ണി വാങ്ങിയില്ലേ ഈ വീണ ജോർജ്? അത് വാങ്ങാനൊരു മടിയുമില്ലല്ലോ. ആ പണം വാങ്ങിയാൽ കേന്ദ്ര ഗവൺമെന്റ് പറയുന്ന പോലെ ചെയ്തൂടെ? നിങ്ങൾ എന്താ ചെയ്യുന്നത്? എന്തിനാണ് നിങ്ങൾ പണം തന്നത്? പണം തന്നപ്പോ സർക്കാർ പറഞ്ഞു ചില നിബന്ധനകൾ. ഈ പണം പ്രാഥമിക ആരോഗ്യ കേന്ദ്രങ്ങൾക്കും താലൂക്ക് ആശുപത്രികൾക്കുമാണ്. പ്രാഥമിക ആരോഗ്യ കേന്ദ്രങ്ങളുടെ പേര് മാറ്റണം, ആയുഷ്മാൻ ആരോഗ്യമന്ത്രി എന്നാക്കണം. ആരോഗ്യമന്ത്രി, നമ്മുടെ കേരളത്തിന്റെ ആരോഗ്യമന്ത്രി പറഞ്ഞു കൊന്നാലാക്കൂല. എന്താ കാരണം? അത് മന്ത്രി എന്ന് പറഞ്ഞാൽ അമ്പലമാണ്. അത് കേരളത്തിന്റെ മതനിരപേക്ഷതക്കെതിരാണ്. പിന്നെ ആരോ ഹിന്ദി അറിയുന്ന ആൾ പറഞ്ഞു കൊടുത്തു, അങ്ങനെയല്ല മേഡം, മന്ത്രി എന്ന് പറഞ്ഞാൽ അമ്പലമല്ല, അത് വേറെയാണ്. അപ്പോഴാണ് മൂപ്പർക്ക് ബോധ്യം, എന്നാൽ ആയിക്കോട്ടെ. പക്ഷെ പേര് മാറ്റം മാത്രമല്ല സ്നേഹിതരെ നമ്മൾ പറഞ്ഞത്. നമ്മൾ ഈ പണം കൊടുക്കുമ്പോൾ പറഞ്ഞത് കേരളത്തിലെ എല്ലാ പ്രാഥമിക ആരോഗ്യ കേന്ദ്രത്തിലും 24 മണിക്കൂർ ഡോക്ടർ സേവനം ഉണ്ടാവണം. എല്ലാ പ്രാഥമിക ആരോഗ്യ കേന്ദ്രത്തിലും 24 മണിക്കൂർ സേവനം കിട്ടുന്ന ഒരു ഡോക്ടറും 2 സഹായം ഉണ്ടാവണം. നിങ്ങൾ നിങ്ങളുടെ നാട്ടിലെ പ്രാഥമിക ആരോഗ്യ കേന്ദ്രത്തിൽ ഒന്ന് പോയി നോക്ക്. വൈകുന്നേരം 5 മണി കഴിഞ്ഞാൽ ഇവിടെ ഡോക്ടറുണ്ടോ? വൈകുന്നേരം 5 മണി കഴിഞ്ഞാൽ നിങ്ങൾ ആശുപത്രിയിൽ പോയാൽ നിങ്ങൾ ചികിത്സയുണ്ടോ? എന്താണ് ഈ സംസ്ഥാന സർക്കാർ ഡോക്ടർമാരെ നിയമിക്കാത്തത്? പണം കേന്ദ്രം തന്നല്ലോ, നിയമിക്കുന്നില്ലല്ലോ. രണ്ടാമത്, എല്ലാ താലൂക്ക് ആശുപത്രികൾക്കും പുതിയ കെട്ടിടം ഉണ്ടാക്കണം. ഞാൻ മനസ്സിലാക്കുന്ന നിങ്ങളുടെ താലൂക്ക് ആശുപത്രി കാസർഗോഡല്ലേ? കാസർഗോഡ് താലൂക്ക് ആശുപത്രിക്ക് ഇവർ പുതിയ കെട്ടിടം ഉണ്ടാക്കിയോ? പുതിയ കെട്ടിടം മാത്രമല്ല, 100 പേരെ കിടത്തി ചികിത്സിക്കാവുന്ന ബെഡ് ഉണ്ടാവണം.
കാസർഗോഡ് താലൂക്ക് ആശുപത്രി നിങ്ങൾ പോയി നോക്ക്, 100 പേരെ കിടന്ന് ചികിത്സാക്കുന്ന ബെറ്റുണ്ടോ? പണം ഇവർ വാങ്ങിയിട്ടുണ്ട്. പണമില്ലാത്തത് കൊണ്ടല്ല. ഒരേ സമയത്തിൽ 3 ശസ്ത്രക്രിയ നടത്താൻ സാധിക്കുന്ന ഓപ്പറേഷൻ തിയേറ്ററുകൾ ഉണ്ടാകണം. പറഞ്ഞതാണ്. കാസർഗോഡ് താലൂക്ക് ആശുപത്രിയിൽ ഒരേ സമയത്ത് 3 ശസ്ത്രക്രിയ നടത്താൻ സാധിക്കുന്ന ഓപ്പറേഷൻ തിയേറ്റർ ഉണ്ടോ? എന്താ ഉണ്ടാക്കാത്തത്? നരേന്ദ്രമോദി തന്ന പൈസയിലെ 2120 കോടി അതിനല്ലേ തന്നത്? നിങ്ങൾ എന്താ ചെയ്യാത്തത്? ഇതൊന്നും ചെയ്യാതെ പണം മേടിച്ച് പുട്ടടിച്ച് അത് പല വഴിക്ക് ചെലവാക്കി ഈ കേരളത്തിലെ ആരോഗ്യ മേഖല കുത്തഴിഞ്ഞതാക്കി മാറ്റിയത് അത് പിണറായി വിജയന്റെ ഗവൺമെന്റ്. അദ്ദേഹത്തിന് ഇതിന്റെ ആവശ്യമില്ലല്ലോ. അദ്ദേഹം അസുഖം വരുമ്പോൾ അമേരിക്കയിലേക്കാണല്ലോ പോകുക. കേരളത്തിലെ ഏതെങ്കിലും മന്ത്രി സർക്കാർ ആശുപത്രിയിൽ ചികിത്സ നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ഒരാളും. ഒന്നുകിൽ പുറത്ത്, അല്ലെങ്കിൽ അകത്താണെങ്കിൽ സ്വകാര്യ ആശുപത്രി. ഞാൻ അതിനെ എതിർക്കുന്നില്ല. കാരണം സർക്കാർ ആശുപത്രിയുടെ സ്ഥിതി എല്ലാവരെക്കാട്ടും നന്നായിട്ട് അറിയും ഈ മന്ത്രിമാർക്കാണല്ലോ. ജീവൻ എല്ലാവർക്കും പേടിയുണ്ടല്ലോ, പിന്നെ അവർ സർക്കാർ ആശുപത്രിയിൽ പോകില്ലല്ലോ. അതുകൊണ്ട് അവർ പോകുന്ന മനസ്സിലാക്കണം. പക്ഷെ നാട്ടുകാർക്ക് വേറെ ആശ്രയമൊന്നുമില്ലല്ലോ. അവർ ഈ ആശുപത്രിയിലേക്കല്ലേ പോകേണ്ടത്. ഞാൻ സൂചിപ്പിച്ചത് ഇതാണ് കേരളത്തിന്റെ അവസ്ഥ. ഇതിന് മാറ്റം വരണമെന്നാണ് ഭാരതീയ ജനതാ പാർട്ടി സൂചിപ്പിക്കുന്നത്. ഈ രാജ്യത്ത് വികസനം ഉണ്ടാവണം, അതാണ് ഞങ്ങൾ പറയുന്നത്. അതിന് രാഷ്ട്രീയമൊന്നുമില്ല. ഭാരതീയ ജനതാ പാർട്ടി വികസനത്തെ കുറിച്ച് പറയുമ്പോൾ അത് എല്ലാ വിഭാഗത്തെയും ചേർത്ത് പിടിക്കുന്ന വികസന പ്രക്രിയയാണ്. അതിൽ രാഷ്ട്രീയമോ മതമോ ഒന്നും നമ്മൾ നോക്കാറില്ല. നമ്മുടെ ജനങ്ങളുടെ ജീവിത നിലവാരം വർദ്ധിപ്പിക്കാൻ വേണ്ടിയാണ് നമ്മൾ പരിശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അതിനാണ് പദ്ധതികൾ. ഇപ്പോ 70 വയസ്സ് കഴിഞ്ഞിട്ടുള്ള ആളുകൾക്ക് ആയുഷ്മാൻ ഭാരതിന്റെ പുതിയ പദ്ധതി 2ാം ഘട്ടം വയോവന്ദന യോജന നമ്മുടെ ഗവൺമെന്റ് നടപ്പിലാക്കി. കേരളത്തിൽ അതില്ലല്ലോ. 70 വയസ്സ് കഴിഞ്ഞിട്ടുള്ള ആളുകൾക്ക് 5 ലക്ഷം രൂപ സൗജന്യമായി കിട്ടുന്ന പദ്ധതിയാണ്. ഞാൻ ചോദിക്കട്ടെ, എന്തേ കേരളത്തിൽ നടപ്പിലാക്കുന്നില്ല? നിങ്ങൾക്കൊരു ചെലവില്ലല്ലോ. നിങ്ങളതൊന്ന് ഒപ്പിട്ടാ പോരെ. 70 വയസ്സ് കഴിഞ്ഞ് നമ്മുടെ വീട്ടിലെ മുതിർന്ന ആളുകൾക്ക് എന്തെല്ലാം രോഗങ്ങൾ ഉണ്ടാകും? ഒരു നടുവേദന, മുട്ടുവേദന, കാലുവേദന, അങ്ങനെ പല പല അസുഖങ്ങൾ ഉണ്ടാവില്ലേ? ആ അസുഖം വരുന്ന ആളുകൾ ആശുപത്രിയിൽ പോയി ചികിത്സിക്കാൻ അവർക്ക് സൗജന്യമായി ചികിത്സ കിട്ടുന്നതിന് എന്തിനാണ് ഈ പിണറായി വിജയൻ ഇത്ര ബുദ്ധിമുട്ട്? എന്തിനാണ് CPM ഗവൺമെന്റ് തയ്യാറാകുന്നത്? നിങ്ങളത് ഒപ്പിടാത്തത്? അപ്പൊ പറയുന്നത് അത് നടപ്പിലാക്കിയാൽ അതിന്റെ ക്രെഡിറ്റ് BJP കിട്ടിപ്പോകും. ഞങ്ങൾക്ക് വേണ്ടപ്പോ നിങ്ങളെടുത്തോ. എന്നാലും ഈ പാവപ്പെട്ട മനുഷ്യന്മാരെ വെറുതെ ബുദ്ധിമുട്ടിക്കണ്ടല്ലോ. ഞങ്ങൾ CPM പറയുന്നത് സത്യത്തിൽ ഇത് നടപ്പിലാക്കാൻ പിണറായി വിജയൻ താല്പര്യം കാണിക്കണം. കാരണം ഇതിന്റെ ഗുണം അയാൾക്ക് കിട്ടും. 6 മാസം കഴിഞ്ഞ നിങ്ങൾക്ക് എന്തെങ്കിലും അസുഖം വന്നാൽ ചികിത്സിക്കാൻ ഈ പണം വേണ്ടി വരും. നിങ്ങളെ മരുമോകം നിങ്ങൾ തിരിഞ്ഞു നോക്കൂല, മനസ്സിലാക്കിക്കോ. അവസാനം നിങ്ങൾക്കൊന്ന് ആശുപത്രി പോകണമെങ്കിൽ അപ്പൊ അമേരിക്ക പോകാൻ പറ്റൂലല്ലോ. 6 മാസം കഴിഞ്ഞാൽ പിന്നെ അമേരിക്ക പോകാൻ പറ്റില്ലല്ലോ. അപ്പൊ എന്തെങ്കിലും അസുഖം വന്നാൽ ചികിത്സിക്കണമെങ്കിൽ ഈ പൈസ നിങ്ങൾക്ക് ഉപകരിക്കും. അതുകൊണ്ട് അത് നടപ്പിലാക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, ഞാൻ പറയുന്നത് ഇങ്ങനെ കേന്ദ്ര ഗവൺമെന്റ് ആവിഷ്കരിക്കുന്ന ഒരുപാട് പദ്ധതികൾ നമ്മുടെ കേരളത്തിൽ അട്ടിമറിക്കപ്പെടുകയാണ്. അതുകൊണ്ട് ഇതെല്ലാം മര്യാദക്ക് നടത്തണമെങ്കിൽ ഭാരതീയ ജനതാ പാർട്ടിക്ക് അവസരം